എടാ എന്താണ് പൂറാ നീ പറയുന്നത്? എടാ സോറി മൈക്ക് പക്കായി പോയി. സോറി മൈ ബാഡ്. എടാ റെഡ് കാർഡ് ഇടല്ല. ഹലോ ചെക്ക് ഹലോ എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? Sorry guys, mic bugger pe. Sorry, my bad. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? റെഡ് കാർഡ് ഇടല്ല. സോറി, മൈ മിസ്റ്റേക്ക്. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിപ്പോയി. മൈ ബാഡ്. എടാ മൈക്ക് ബഗ്ഗായി പോയോണ്ടോ? സോറി. റെഡ് കാർഡ് ഇടല്ല. എല്ലാവരും W ഇട്. ലെറ്റ്സ് സ്റ്റാർട്ട് ദി സ്ട്രീം. സ്പെൽ ഔട്ട് ദി W's. എടാ എല്ലാവരും W's. കം ഓൺ. W's. എടാ എല്ലാവരും W ഇട്. എന്നാലേ ലൈവ് തുടങ്ങും. W ഇട്. കം ഓൺ. देख ले जो रूह से तू मिट गए फासले राविल वो लकोड़ी तोड़े क्या कांड कत्ती कुल्लर माले परचोन तरवारी यल्लू मोड़े बंद शुंडा मुंडा कल्बिंडोड़े नरल्या काना मल्टी कोल्तन जोड़े कानोती में वचना का मेरे ഒരു ലെവൽ ആലോചിച്ച് നോക്കി. ഈ പാട്ട് ചുണ്ടാമണ്ടി ഇവിടെ ഏത് പാട്ടാണ്? ഇവരെത്ര കളിയാക്കലുകള്, എത്ര ആൾക്കാർ തെറി വിളിച്ചോണ്ടിരിക്കുന്ന ഇവനാ. ഇപ്പൊ ഫുള്ള് ഹെയ്റ്റ് അല്ലേ? ഡാബ്സിക്ക് ഫുള്ള് ഹെയ്റ്റ് അല്ലേ? എല്ലാരും ബായി അടപ്പിച്ചിട്ട് ഒരു പാട്ടോൻ അങ്ങ് ഇറക്കി, സാധനം ഹിറ്റ്. ഏതോ രണ്ടു പാട്ടം ഇറക്കിനല്ല, രണ്ടു പാട്ടം ഇറക്കി. ഇതല്ലാണ്ട് വേറൊന്നും ഇറക്കിന, അതും ഹിറ്റാണ്. അല്ല, ഇത്രയും ആൾക്കാർ ഹെയ്റ്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഒരു സാധനം ഇറക്കി വായ അടപ്പിക്കണമെങ്കിൽ അത് ചെക്കനെ കൊണ്ട് മാത്രമേ പറ്റൂ. കാര്യമല്ല. എന്തായാലും പറഞ്ഞ എടാ ഓക്കെ, കളിയാക്കുന്ന ട്രോളെല്ലാം എടുക്കട്ടോ, അവന്റെ കഴിവ് വേറെ തന്നെ. അത് കാര്യം പറയല്ല, കഴിവ് അത് വേറെ. ഇത് ഓന്റെ പേഴ്സണാലിറ്റി ഇതൊന്നും നമ്മ നോക്കേണ്ട കാര്യമില്ല. അല്ല, ഓന്റെ ടാലന്റ്, ഓന്റെ സാധനം നമ്മൾ തിന്നുന്നുണ്ട്. അതാണ് ഓൻ എന്തെല്ലാം പറഞ്ഞാലും ഓൻ എങ്ങനത്തെ ഒരുത്തനെ ആയിക്കോട്ടെ, പക്ഷെ ഓന്റെ സാധനം നമ്മൾ തിന്നുന്നുണ്ട്. അതാണ് ചക്കന്റെ റേഞ്ച്. ആണ് മനസ്സിലാവും. മമ്മ നിന്നോട് സ്ട്രീം ഉണ്ടായിരിക്കുന്ന. എടാ മമ്മൂന്റെ സ്ട്രീമിനല്ല ഇപ്പൊ ആൾക്കാർ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയല്ലേ? എടാ മമ്മു എന്ത് സംഭവം ഇത് ഞാനൊന്നും പറയുന്നില്ല ഇവിടെ. പിന്നെ ഓക്കെ MRCന്റെ പുതിയ കുക്ക് ഓൺ ദ വേ. ചെക്ക് എത്തിയിട്ടുണ്ട്, കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-10 മിനിറ്റിനുള്ളിൽ, ഏതാനും നിമിഷങ്ങൾക്ക് ഉള്ളിൽ നമ്മള് അവിടെ ഒരു വാം വെൽക്കമാണ് നമുക്ക് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ചെക്കന് ആദ്യമായിട്ട് വരുന്നുള്ള ഒരു സാധനം ഓനെ അറിയിക്കാൻ പറ്റില്ല. ഓക്കെ, ഓനെ കംഫർട്ടബിൾ ആക്കുക. ഒരു വാം വെൽക്കം, ഒരു ഹാർട്ട്ഫുൾ വെൽക്കം ആണ് നമുക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒരു 5-10 മിനിറ്റിനുള്ളിൽ ആളെത്തും. ഓൺ ദ വേ ആണ്. ഓക്കെ, മമ്മൂന്റെ പേര് പറഞ്ഞപ്പോഴേക്ക് മുട്ട സ്പാമരാന്ന് പറയും. കോഴിമുട്ട, ചാറ്റ് മൊത്തം കോഴിമുട്ട. ചാറ്റ് നിക്ക്. എടാ നിന്റെ കാണുമ്പോ, എടാ സ്ക്രീനിൽ നിന്റെ ആ തല കാണുമ്പോന്ന് മുട്ട വരും. നീ ഒരു മിനിറ്റാ, നീ ഒന്ന് സ്ക്രീനിൽ ഒന്ന് മാറിയുന്നേ. അല്ല, നിന്റെ ചാറ്റ് എടാ നീ ലൈവ് വരുമ്പോ മുതൽ ഇതാ, നീ ശ്രദ്ധിക്കാത്തോണ്ടാണ്. ഒറ്റ മിനിറ്റ്, നീ ഒന്ന് സ്ക്രീനിൽ നിന്ന് മാറിയുന്നേ. സ്ക്രീനിൽ നിന്ന് മാറി നിക്ക്. മുട്ട പോവാൻ നോക്കാം. വെയിറ്റ്. അവിടെ മുട്ട കുറയുന്നുണ്ട്. ഇപ്പോ മുട്ടയിൽ അടുക്ക് കുറച്ച് അത് ഡിലേ ഉള്ളതുകൊണ്ട്, അത് ചാറ്റ് ഡിലേ ഉള്ളതാണ്. ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്, നീ നോക്കാം. നോക്കി അല്ല, ഒരു മിനിറ്റ് നോക്കിക്കോ.
എടാ മുട്ടയില്ല, മുട്ടയിൽ ഇടക്കിടക്ക് ഓരോന്നേ വരുന്നുള്ളൂ. നിൽക്കാ ഇനി നീ ഒന്ന് സ്ക്രീനിലേക്ക് വന്നേ. ഇതാ സ്ക്രീനിൽ നിന്റെ മുട്ട കാണുമ്പോ അതിൽ മുട്ട ഇത് നോക്കിയാ. അല്ല ഇനി നോക്കിക്കോ, ഇനി നീ ചാറ്റ് നോക്കിക്കോ, ഇനി നീ ചാറ്റ് നോക്കിക്കോ. എല്ലാവർക്കും ഇതാ നോക്ക്, ഇതെന്താ ഇതെന്താ ചാറ്റ്, ഇതെന്താ ചാറ്റ് എന്ത് ഡബ്ല്യു വേറെ മുട്ട അത് കൂടുതലും വരുന്നു. നോക്കടാ എടാ ചാറ്റ് മൊത്തം മുട്ട. എന്തൊരു മുട്ടപ്പെട്ടിയാന്ന്. ഇനി നീ സ്ക്രീനിൽ നിന്ന് മാറിയുന്നത് നീ നോക്കിക്കോ. എടാ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ല. ഇനി നീ ഒന്ന് നോക്കിയ ചാറ്റ് നോക്കിയ. ഇപ്പൊ കുറയാ, ഇപ്പൊ കുറയും നോക്കിക്കോ. ഇപ്പൊ മുട്ട ഇല്ലാണ്ടാവും. എല്ലാരും മുട്ട വരുന്നുണ്ടല്ലോ. എല്ലാം ഡിലേ ആണ്, ചാറ്റ് ഡിലേ ആണ്. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് അവർക്ക് കേൾക്കാൻ പറ്റും. മനസ്സിലാവും? ആലപ്പുഴ ജിംഖാന കണ്ടോ? ആ ജിംഖാന കണ്ട് ഒരു നല്ല പടാ, കുഴപ്പമൊന്നുമില്ല. ഫൈറ്റെല്ലാം നല്ലതാണ്, വലിയ അതിന് മാത്രമൊന്നുമില്ല, കുഴപ്പമില്ല. ബസൂക്ക കാണണം, ബസൂക്ക കാണണം. ബസൂക്ക കണ്ടിട്ടില്ല, ബസൂക്ക കാണണം എനിക്ക്. ബസൂക്ക എങ്ങനെ? ബസൂക്ക കണ്ട ആൾക്കാർ ആരും കൊണ്ടെങ്കിൽ റിവ്യൂ പറഞ്ഞ ഒരു ഇത് പറഞ്ഞ ഗുഡ് ഓർ ബാഡ് പറഞ്ഞ WRL. എടാ ബസൂക്ക WRL അല്ലാന്നോ ഒന്ന് പറഞ്ഞ പോയിട്ട് കാണാൻ വേണ്ടോ? ചാറ്റ് കാല് കാണിക്കാനാ? കാലെന്തിനാ? കാലെന്തിനാ എനിക്ക്? ഇത് എന്തെല്ലാം ടൈപ്പ് സൈക്കോകളാണിത്. എടാ ഇത് നിനക്കുള്ള W അല്ല. എടാ ബസൂക്ക WRL എന്ന് ഞാൻ ചോദിച്ചതിനുള്ള W ആണ് ഇത്. പൊട്ട പ്ലേ ചൽ സോങ്ങോ? ചൽ സോങ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ചല്ല് ഡാബ്സിൻ. ഇതാണ് ഓൻ ഇറക്കിയ രണ്ടാമത്തെ പാട്ട്. ഈ ചല്ലും ശുണ്ടാവണ്ടി ഇറക്കിയ 2 ഹിറ്റ് മുത്ത. കാര്യം പറയാലോ. ശുണ്ടാവണ്ടി ഞാൻ ഇപ്പൊ ലൈവ് തുടങ്ങാൻ വെച്ച പാട്ടറാ. ശുണ്ടാവണ്ടിക്കോല്. നിന്റെ മൂഡ് പോലത്തെ ഒരു പേര് അതാ. പിന്നെ മുട്ട നീ ഇപ്പൊ സ്ക്രീനിലേക്ക് വന്നോണ്ടാന്ന്. നീ ഇപ്പൊ കുറച്ചു നേരം സ്ക്രീനിൽ നിന്ന് പുറത്തു വരാ. അതാ എടാ അതന്നെ സംഭവം, അതന്നെ സംഭവം. ഇവൻ വരുമ്പോ നീ വരുമ്പോ എന്തുണ്ടാരാ നോക്കട്ടെ. നീ വരുമ്പോ എന്താ വരും നോക്കട്ടെ ചാറ്റില്. അല്ല നിക്ക്, ഇവൻ വരുമ്പോ എന്താ ചാറ്റില് വരും നോക്കട്ടെ. ചാറ്റ് മൊത്തം മുട്ട, നിന്റെ മുട്ട. നിനക്ക് വെയിറ്റ് ആക്കി. ഇവൻ വരുമ്പോ എന്താ നോക്കട്ടെ. നീ മാറി. ഇവൻ വരുമ്പോ എന്താ നോക്കട്ടെ. ആറാട്ടാണ് അടാ ഞാൻ കേട്ടോ. അതുള്ളതാ ശരിക്കും. ആറാട്ടണ്ണനും മമ്മൂട്ടിയായിട്ട് ലാസ്റ്റ് ഫൈറ്റ് സീനായിട്ടുണ്ടല്ലോ. എന്തോ ഇതെന്ത് സംഭവം? എന്ത് ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? എടാ കാണണ പടം കാണണ. ചാറ്റ് പറ. എടാ ആറാട്ടണ്ണ ശരിക്കും ഇതെന്തേ? എടാ നീ വന്നപ്പോ ചാറ്റിൽ എന്താ ഉള്ള അറിയോ? എടാ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? എടാ പാവോടാ. ഗൊറില്ലത് ഗൊറില്ല. മറ്റേ മങ്കി പൈസ അത് കൊടുത്ത് നോക്കടാ. മഴവില്ല, അത് അടക്കം മഴവില്ലുണ്ട്. എന്താണ് എടാ ഇത് ഗൊറില്ലത്? ഇതെന്താ എടാ? എന്താടാ പാവം? ഇതാ കുപ്പിപ്പാല് ആന. മമ്മു ക്യൂട്ട് എന്ന് പറയുന്ന ഐഷൂസ്. ഗോറ്റു ചാനൽ ഞെക്കിയ വലുതാവൂല. എന്താണിത്? എന്തെങ്കിലും കിട്ടിയ അപ്പ പിടിച്ച് ഞെക്കിക്കോളണം. തൊപ്പി അതിൽ സൂപ്പർ എന്ന് 3 വട്ടം പറയും. അതിൽ സൂപ്പർ, അതിൽ സൂപ്പർ, അതിൽ സൂപ്പർ. ഇതെന്തെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നീയല്ലോ. ഇതെന്താണിത്? നീ വന്ന് നീ സ്ക്രീനിൽ വന്നോണ്ട്. ഓക്കെ ചല്ല് കേൾക്കാം. ചല്ല് ഞാൻ കേട്ടതാ. അല്ല സോറി മാറി.
ഷെഫ് എവിടെ? ഷെഫ് ഇപ്പൊ വരും. ഷെഫ് ഇപ്പൊ വരും. എടാ ഓൺ ദ വേ വെയിറ്റ് ആക്കും. എന്താണ് അത് നൈസ് പാട്ടല്ലേ? ബസൂക്ക ആവറേജ് ലാസ്റ്റ് 20 minutes ഗ്രാഫ്. അപ്പോ എന്താ ബസൂക്ക എങ്ങനെ ആവറേജ് ലാസ്റ്റ്? ബസൂക്ക ആവറേജ് ആണ്. ലാസ്റ്റ് മിനിറ്റ് കൊള്ളാന്നോ? കാണണോ? ചാറ്റ് പറയാം. പോയി കാണാല്ലേ? നാളെ പോയി കാണാം. നാളെ എന്തായാലും പോയി കാണാം. അവിടെ ടിക്കറ്റ് ബുക്ക് ചെയ്തോ? നാളെ എന്തായാലും ഒരു ബസൂക്ക കാണാം. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. നാളെ എന്താ വേറെ പരിപാടി ഉണ്ടല്ലോ? എടാ ചാറ്റ് പറഞ്ഞാ ചെയ്യണം. കുമ്പ കാണിക്കാൻ പറയുന്നുണ്ട്. ചാറ്റ് പറഞ്ഞാ ചെയ്യണം. ആടെ വേറെ വർത്താനൊന്നുമില്ല. ചാറ്റ് എന്ത് പറഞ്ഞാലും ചെയ്യണം. പിന്നെ നിക്കർ വരണം. പിന്നെ അല്ലല്ല ചഡ്ഡി വരാൻ പറ്റില്ല. നമുക്ക് ചാനലിന് ബാങ്ക് കിട്ടും. മുന്തിരിന്റെ മുന്തിരി ആ സോങ് തന്നെയാണ് ഇത്. ആ സോങ് തന്നെ ഞാൻ നേരത്തെ ചുണ്ടാവണ്ടി ആ സോങ്ങാണത്. മുന്തിരിന്റെ ചാറ് ചില്ലാമള്ളി. എടാ ഞാൻ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ തന്നെ പെർമനന്റ് ആക്കിയാലോ എന്ന് ആലോചിക്കാം. ഞാൻ മാറ്റാന്ന് വിചാരിച്ചത്. ലാസ്റ്റ് വന്നിട്ട് ഞാൻ മാറ്റാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ മാറ്റാന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞത് കൊള്ളാം. ഒരുത്തി പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഒരുത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഒരു പെണ്ണായിട്ട് ഞാൻ സംസാരിക്കും. അങ്ങനെ ഐ ലവ് യു ബന്ധമൊന്നുമല്ല. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നല്ല കമ്പനിയാണ്. അപ്പോൾ ഓള് പറഞ്ഞ് ഇങ്ങനെ മതി, ഇത് നല്ല രസമുണ്ട്. ഫോൺ ഓഫ് ആക്കണം, ഇത് നല്ല രസമുണ്ട്, ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ച് ഇങ്ങനെ തന്നെ വെക്കാന്ന് വിചാരിച്ചു. മനസ്സിലാവും. ഫാത്തിമ ഫർഹാന അല്ല ഫേക്കാണ്. എടാ ബായ് വിട്ടിട്ടോ. അപ്പം എന്തേനോ ഇവിടെ മൊട്ട പട്ടി പോടാ എന്റെ മുന്നിന്ന്. എടാ ഞാൻ ഇത് പറയട്ടെ. എടാ അപ്പൊ ഒരു പെണ്ണ് എന്നോട് പറഞ്ഞു ഇത് കൊള്ളാം, ഇത് തന്നെ വെച്ചാൽ മതി. അപ്പൊ ഞാൻ ഇത് തന്നെ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ഞാൻ ഇത് മാറ്റാന്ന് വിചാരിച്ചതാണ്. അപ്പൊ ഇനി ഞാൻ എന്തായാലും ഇത് തന്നെ വെക്കുന്നത്. പിന്നാന്ന് വെച്ചാ ആരും പറയണ്ട, ഞാൻ ഓളറിയാണ്ട് വേറൊരു പെണ്ണുമോടും കൂടി സംസാരിക്കുന്നുണ്ട്. ഓളും പറഞ്ഞു ഇത് കൊള്ളാം, ഇത് വെച്ചാൽ മതി. അപ്പം അതും പോയി. എടാ ഇല്ലടാ, ഇത് വെറുതെ ഇങ്ങനെ സംസാരിക്കാൻ പിള്ളേരുണ്ട്, മനസ്സിലാവും. പിന്നെ വെച്ചാൽ ഞാൻ ഈ ആത്മാർത്ഥന്റെ പരിപാടി നിർത്തി. ഞാൻ മുന്നേ നിർത്തി അറിയാലോ. ഇനി ഞാൻ ഒരു പെണ്ണോട് ആത്മാർത്ഥമായിട്ടൊന്നും അങ്ങനെ ഇതാക്കില്ല. ഇതെല്ലാം ടൈം പാസ് ആണ് കേട്ടോ, വെറുതെ സംസാരിക്കുന്ന ടൈം പാസ്. അങ്ങനെ ഉള്ളു. ആത്മാർത്ഥന്റെ പരിപാടി നീ അത് നിർത്തി. ഓക്കെ, ആ പരിപാടി നീ അതിന് ചെയ്യൂല. ഇത് മതി ആടാ, ഇത് മതി, ഇതാണ് നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. നോക്കാം എന്തായാലും കുറച്ചാലും ഇങ്ങനെ ഓടട്ടെ. മിസ്ബേ അല്ല ഫേക്കാടാ, ഒരിക്കലുമില്ല. എന്താ പേരെന്താ? ഫാത്തിമയാണ് അയച്ചത്. ക്യൂട്ട് ബേബി അയച്ചത്. ഈ രണ്ട് കളവന്മാര് ഒഴിവാക്കാനാ പറഞ്ഞത്. പിന്നെ രണ്ടാളും കളവന്മാരാണ്. ഫാത്തിമ ഷിഫ മമ്മു ലവ് യു എന്നുള്ളത്. പിന്നെ എന്ത് സംഭവം എന്തത് എടുത്തു? ഫാത്തിമ ഷിഫ എടുത്തു. പരിപാടി ഉണ്ടായ കോറ്റ് ചാനൽ. ഇതാര്? എടാ ഇത് നിന്നോടല്ല ലവ് യു പറഞ്ഞത്, എന്നോടാണ് ലവ് യു ടു. എടാ പേര് മാറിപ്പോയത് അന്നാ പറഞ്ഞത്. എടാ മാറിപ്പോയതാ. കളവനോടൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല. എന്നോട് പറഞ്ഞതല്ല, ഞാൻ തിരിച്ചും പറഞ്ഞതാ ലവ് യു ടു. ഈ കളവൻ ഇതാ മുതുക്ക കളവനായിട്ടുള്ളത്. ഇന്നോടാ പറയാ ഐ ലവ് യു. എന്താ പറയുന്നത്?
ആ ഫേക്ക് എന്ന് പറയുന്നത് കുറെ ആള് ഫേക്ക് എന്ന് പറയുന്നുണ്ട്. സംഭവം ഫേക്കാണ് റിയൽ അല്ല എല്ലാവർക്കും ഇതുണ്ടാ റിയൽ അല്ല. ഗബ്രി സോങ് വീഡിയോ ഗബ്രിന്റെ പുതിയ എല്ലാം കേട്ടോ. ഗബ്രിന്റെ അല്ല 3 എണ്ണേ ഉള്ളൂ. 3 സീൻ സാധനങ്ങളാണ്. ആദിലിനെ ലൈവിൽ വിളിക്കുന്ന ആദിലെ നിന്നെ വിളിക്കുന്ന അതിനാണ് ഫോളോ വീട്ടല്ല നിന്നെ ആരോഗ്യം ചോദിക്കുക ആരും ചോദിക്കുന്നില്ല എന്ന് വെച്ചിട്ട് അടി ഇവൻ തന്നെ ഇവന്റെ പേരില് അങ്ങോട്ട് എന്താ ഇതിന്റെ റീസൺ ഇത് തുറക്ക് അങ്ങനെ തോന്നുന്നു ഫൈക്കാന്ന്. 10 മിനിറ്റിന്റെ ഇടയ്ക്ക് 2 പെമ്പിള്ളറാ. പിന്നെ രണ്ടൊന്നും ഇഷ്ടം പേര് മാറ്റാൻ പറ്റൂടാ. ഇതിൽ പേര് മാറ്റാൻ പറ്റും. ഗൂഗിൾ പേയിൽ പേര് മാറ്റാൻ പറ്റും. ഫേക്കാ എന്നെ മക്കാറാക്കാൻ വേണ്ടാടാ പൊട്ട. അതാ മറ്റാത് കനവേ ബൈ സ്ലൈഡൻ മ്യൂസിക് റിയാക്ട് ചെയ്യോ ബ്രോ? കനവേ ബൈ സ്ലൈഡൻ കോപ്പി കനവേ ബൈ സ്ലൈഡൻ. ബേബിജീനാണത്? ബേബിജീനല്ലേ? ആണല്ലോ. 1 മാസം മുന്നേ. ബേബിജിനെ കാണിച്ചാ? ഞാൻ കണ്ടില്ല. അവിടെ എടാ അത് ബേബിജിനല്ലടാ. ആണോ? ബേബി അല്ലല്ലോ. അടുത്ത് ബേബിയാ? മനസ്സിലാവുന്നില്ല. അത് ബേബിജിനാ? ഇതിനെപ്പ ഇങ്ങനെ ഒരു പാട്ട് ഇറക്കി? ആണോ? ഓന്റെ സൗണ്ട് ഇങ്ങനെ ഒന്നല്ല. ഇതെന്നാ പറയുന്നത്? അല്ലടാ ഇത് വേറെ ഏതോ ഒട്ടാ. ഇത് ബേബി അല്ലല്ലോ. അല്ല എടാ ബേബി ആണെങ്കിൽ താഴെ ഇതുണ്ടാവില്ലേ, പേരുണ്ടാവില്ലേ, FT ബേബി ചെയ്യുന്നുണ്ടാവില്ലേ, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവട്ടെ. അല്ല ഇത് കോപ്പി. ഇത് ബേബി ചെയ്യുന്ന അപരൻ ഇറങ്ങി. RIP സ്പീഡ്. അവിടെ പോയടാ തുടങ്ങുന്നുണ്ടോ? അല്ല നല്ല മേക്കിംഗ് അല്ലേ? കൊള്ളാം. എന്തായാലും കൊള്ളാം. സാധനം കൊള്ളാം. ഇതെന്താ നീ എന്റെ കസേര പിടിച്ച് വലിക്കുന്നത്? എടാ ഇതിനപ്പുറത്ത് കൊണ്ടിട്ടെ. നീ നിന്റെ ലൈവിൽ നിന്നാ എന്റെ ലൈവിൽ വരണ്ടേ? നീ ഞാൻ എന്റെ ലൈവിൽ വരണ? നിനക്ക് സ്വന്തമായിട്ട് ലൈവ് ആയില്ലേ? എന്റെ അതിൽ പോയിക്കോ. മമ്മു ഭയങ്കര ഓവറല്ലേ? മമ്മൂനെ കുറെ ആള് കംപ്ലൈന്റ് പറയുന്നുണ്ട് കേട്ടോ എന്നോട്. റേറ്റ് പറയാൻ പറയുന്ന എടാ കൂടുതൽ കിട്ടിയത് നീ ചാടുവോ? ഏറ്റൊന്നുമില്ല മോനെ. ഇവിടെ വേറെ എടുത്തോട്ടില്ല. എഗ്രിമെന്റ് സൈൻ ചെയ്തേക്ക് 5 കൊല്ലത്തേക്ക്. ഓ കൂടുതൽ പറഞ്ഞാലോ? പോകൂല. ഇതെല്ലാം പറയുന്നേന്ന്
കാശ് കൊണ്ട് തുലാഭാരം തൂക്കിയാൽ റാംബോ ഇരിക്കുന്ന 10 താന്ന് തന്നെ ഇരിക്കും. ഓ ഡബ്ല്യു റാംബോ അല്ലാ ലിയ അതാ ലിയ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. എന്റെ മോനെ ഇന്നലെ മമ്മൂലിയെ വിളിച്ച് ഉമ്മ വെച്ചടാ. നല്ല കൊണ്ടില്ല മമ്മൂലി റാമിനെ നല്ല കൊണ്ട് ഓൻ വിളിച്ചിട്ട് അങ്ങനെ തന്നെ ലൈവിന്റെ അടക്കം വിളിച്ചിട്ട് അങ്ങനെ തന്നെ ആദ്യം സാധാരണ പോലെ സംസാരിച്ചില്ല. ലാസ്റ്റ് ഒരു ഒറ്റ ഉമ്മാക്കല് നല്ല കൊണ്ടില്ല തലക്ക്. തൊപ്പി എന്തായാലും സുഖമല്ല വെക്കുന്നത്. ഹംസാം സുഖം ബ്രദർ. ഹംസൊക്കെ ഏത് നമ്മളെ ഇറച്ചി വെക്കുന്നേ? ഹംസക്കല്ലേ ലൈവ് കാണാൻ തുടങ്ങിയാ? തൊപ്പി മമ്മു ലൈവിൽ ഓവറാണ്. അവനോട് പറ തൊപ്പി. വലത്തിയ മണ്ണിലാണ് അവൻ ജീവിക്കുന്നത്. എന്താടാ പരട്ട സോങ് കേൾക്കുക? പരട്ടെ അങ്ങനെ പാട്ടുണ്ടോ? എന്റെ പേര് പറയാൻ നിൽക്കുന്നുണ്ട് ലഹീഫ് MP. യോസ ബ്രദർ എന്തല്ല ഈ നായി എന്താ വരാത്ത? ഇവരൊന്ന് വിളിച്ചു നോക്കിയാലോ. ഹലോ ഏടല്ലേ? എടാ നായി കേറി വാ. നീ എന്തിനാ ഈ പുറത്ത് എന്താ നാണം ഉണ്ടാ നിൽക്ക? നാണാ? കേറി വാ, ഗേറ്റ് തുറന്ന് വാ. എടാ ഗേറ്റ് ലോക്കാ. എടാ ഇവൻ പേടിച്ചിട്ട് എടാ നേരെ ഗേറ്റ് ആ നേരെയുള്ള ഗേറ്റ് അങ്ങനെ തുറന്ന് വന്നത്. നീ ആരെയും പേടിക്കുന്നത്? എടാ സംഭവം ഞാൻ പറഞ്ഞ ജാസി, സംഭവം നീ പേടിച്ചിട്ടാണുള്ളത് അല്ല? അതല്ല പുറത്തങ്ങനെ തന്നെ നിൽക്കുന്നത്. എടാ ഗേറ്റിന്റെ പുറത്തോട്ടല്ലോ പോയി ആടെ ഉണ്ട്. ആടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കുന്നവന്. ബാമ്പാ ഒരു മിനിറ്റ്. എടാ ഞാൻ CCTV എടുക്കുക. നീ പുറത്ത് നിൽക്കുന്ന കാണാൻ പാട്ട്. ഇതെന്താണിത്? കാറ്ററിങ്ങിന് വന്നല്ല, നീ കുക്കാന്നടാ. ഇതെന്താണ് കാണിക്കുന്നത്? ഒരു കസാല എടുത്ത് കൊടുത്തേ. ഇതെന്താന്ന് ഇവൻ? ഇൻട്രോവേർട്ടാണ് ഇവൻ. ഇൻട്രോവേർട്ടാ ഇവൻ. അവിടെ നീ എന്തിനാ പിന്നെ പുറത്ത് നിന്നേ? എന്തിനാ പുറത്ത് നിന്നേ? കേറി വന്നോടെ. മൈക്ക് കൊടുക്കേ. എന്താ കന്നഡല്ലുണ്ട്? ഇതെന്താണ്? നോക്കട്ടെ ആലോചിക്കട്ടെ നോക്കട്ടെ. ഉറപ്പില്ല. നീ ഓവറാക്കി ചിലപ്പോ നീ എന്താ നടുപ്പുറത്ത് അടിച്ചടാ. നീ ഇങ്ങനെ കെട്ടിപ്പിടിക്കണം. അതുകൊണ്ടല്ലേ എന്റെ സന്തോഷം കൊണ്ടല്ലേ. എടാ അങ്ങനെടാ റെയർ ആയിട്ട് എനിക്കിങ്ങനെ അവസരം കിട്ടിയേ. നീ എന്നെ തുപ്പിയാണ് പറഞ്ഞേ. താങ്ക് യു റാംബോ. ഉഷാറല്ലേ? സുഖല്ലേ? സംഭവം മുടിയല്ല ഇങ്ങനെ വെറൈറ്റി പരിപാടി. ഇനി പ്രൊഫഷണൽ കുക്കല്ലേ ഞാന്. കുക്കിനൊന്നും ഇത്തിരി സെറ്റപ്പ് വേണ്ട. അതല്ല നിന്റെ അടുത്ത് വരുന്ന കുക്കല്ലേ ആ കോട്ടുവരിയത്. ഞാൻ ഒരു ഷോപ്പിന് വേണ്ട. ഇവൻ കുറച്ച് ഓവറല്ലടാ. ഇവൻ കുറച്ച് ഓവറല്ലേ? ഗൈസ് അങ്ങനല്ല, സന്തോഷം കൊണ്ടാണ് സുഹൃത്തുക്കളെ. ഇത് എവിടെ നിന്ന് വാടകയ്ക്ക് എടുത്ത? ഇത് വാടകയൊന്നുമില്ല. ഇത് ഞാൻ സത്യം വാടക എടുത്തല്ല. ഇതിന്റെ മുമ്പ് ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായി. പൊട്ടി പാളീസായ അപ്പൊ അതിന്റെ കോട്ട അത് ഒരു പരിപാടി ഉണ്ടാക്കാം. പിന്നെ പറയാം ഗൈസ്. സന്തോഷം ക്രിസ്തുമണികളെ. കാരണം വെച്ചാല്
മഴവില്ലൊന്നല്ല ഗൈസ് മഴവില്ലല്ല. ചാറ്റ് മൊത്തം മഴവില്ല് മോനെ. ഒരിക്കൽ മഴവില്ല് കിട്ടിക്കഴിഞ്ഞാ, നമ്മുടെ ചാറ്റിൽ ഒരിക്കൽ മഴവില്ല് കിട്ടിക്കഴിഞ്ഞാ യാസി പിന്നെ നീ തീർന്നിന്. നമ്മളെ ചാറ്റിൽ ഒരു പ്രാവശ്യം മഴവില്ല് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിട്ടു പോകില്ല. ഗൈസ് താങ്ക് യു. മഴവില്ലായിരിക്കും. ഇല്ല അങ്ങനെയൊന്നുമില്ല, എന്നെ അവർ മനസ്സിലാക്കും. കുക്ക് കുക്ക് അമ്മനൊരു മുത്തം കൊടുത്തു. നിങ്ങൾ പറഞ്ഞ എന്ത് ഞാൻ ചെയ്യൂ. പറയുന്നതിന് മുമ്പ് അല്ല ചെയ്യാന്ന്. അങ്ങനല്ല, ഇനിയിപ്പൊ നിന്റെ ലൈവില് നമ്മള് പരിപാടികള് ലൈവിലൊന്നുമില്ല. അടുക്കളയിൽ കയറുക, കുക്ക് ചെയ്യുക, ഫുഡ് കൊണ്ടു തരുക. ഇതെന്തിനേക്ക് ഇത്രയും സെറ്റപ്പ്? ഇവന് മറ്റേ ഇതെല്ലാം കൊടുത്തേ, സാധാ വേഷം കൊടുത്തേ. വേണ്ട കുറച്ചേരം കൊണ്ടിരിക്കട്ടാ. ഇവന്റെ ഡ്രസ് കൊടുക്കുക, ഡ്രസ് വാങ്ങിച്ചു കൊടുക്കുക. എന്നിട്ട് നിക്ക് പറ, എന്റെ കഥയെല്ലാം പറ. എന്നിട്ട് കഥയൊന്നുമില്ല, പുതിയൊരു എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല, ഒരു കൈ നോക്കാം, അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ എന്താണ് സന്തോഷം. കാരണം വെച്ചാല് അല്ല അങ്ങനെയല്ല, എത്രയോ ആളുകളുടെ ഇടയിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കാനോ 17 ഫോളോവേഴ്സ് ഉള്ള ഒറ്റ റീല് കാരണം അടിച്ചു കയറി. അപ്പൊ ആ റീൽ ഇപ്പൊ 2 മില്യൺ ആയി തോന്നുന്നു. പിന്നെ അതിന്റെ ശേഷം ഇവരെന്തിനാ അടിക്കുന്നത്? അടിക്കാൻ പറ്റൂല. പോയി ഡ്രസ്സെല്ലാം മാറ്റി വന്നേ, നല്ല ഡ്രസ് എടുക്കും. നിനക്കുള്ള ഡ്രസ്സാ. അപ്പൊ ഞാൻ ഈ ഡ്രസ്സിൽ വരും, നിങ്ങൾക്ക് മനസ്സിലായി? എങ്ങനെ നിനക്ക് ഇവിടെ ഡ്രസ് വേണ്ടേ? ഇതെന്താണ്? ഇത് കുക്കിന്റെ ഡ്രസ്സാ. ഇത് കുക്കിന്റെ ഡ്രസ് ഇട്ടിട്ടോ? ഇവിടെ ക്യാരക്ടർ. എടാ നീ ഇവിടെ ഒരു ക്യാരക്ടറാണ്. എടാ നീ കുക്ക് മാത്രല്ല, നീ ലൈവിലൊരു ക്യാരക്ടറും കൂടിയാണ്. അപ്പൊ നമ്മൾ പറയുന്ന ഡ്രസ്സെല്ലാം ഇടണം, മനസ്സിലാ? ഇപ്പൊ ഇടണം. നിനക്ക് കുറച്ച് കാണൂലേ? അല്ല ചെക്കൻ ഒന്ന് പ്രൗഡിയിൽ ഇരിക്കട്ടെ. എന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും ചാറ്റിനോട്. എടാ ഇതെന്താടാ ചാറ്റ് മൊത്തം അപ്പൊ ഇപ്പൊ നിങ്ങള് മഴവില് പറയും, കുറച്ച് കഴിഞ്ഞ അമ്പിളിമാനും സൂര്യനൊക്കെ ആക്കും. ഗൈസ് വെൽക്കം ബാക്ക്. ഇനി നല്ല വിഭവസമൃദ്ധമായ ഫുഡുകളെ തൊപ്പിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്ന. എന്നാലും എങ്ങനെ തോന്നി എന്നൊന്ന് എടുക്കാന്? നിന്നെ എടുക്കാൻ കാരണം എന്താ? അണിവനെ എടുക്കാൻ കാരണം എന്താ? ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട്. പിന്നെ വേറെ എന്തോ മെയിൻ കാരണം എന്തോ ഉണ്ടായിട്ടില്ല, ഞാൻ മറന്നുപോയി. അല്ല പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലല്ലേ. കുറെ ആൾക്കാർ നോക്കി ഇവന്റെ ഏറ്റവും കൂടുതൽ ചാറ്റ്. നിന്നെ എടുക്കാനുള്ള മെയിൻ കാരണം ചാറ്റ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ മഴവിൽ ഇട്ട് കഴിഞ്ഞാലും കാര്യമില്ല. കാരണം എന്തായി കഴിഞ്ഞാൽ എന്നെ ഇവിടെ എത്തിച്ച എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ 1000 പൂച്ചെണ്ടുകൾ ആശംസകൾ അർപ്പിക്കുകയാണ് എന്റെ സുഹൃത്തുക്കളെ. പൂച്ചണ്ടല്ലേ 1000 10,000 ലക്ഷങ്ങൾ കോടികൾ അനന്ത ആയുഷ് വികായുഷ് മുഴുവനുള്ള എല്ലാവിധ ആശംസകളും. സൈക്കോ സൈക്കോ എന്ന് വെച്ചാൽ PCC ഉണ്ട്, ബേഗിലായിട്ടുണ്ട്. എടുത്തിട്ടില്ലേ? PCC മാത്രം പോരാ, നിന്റെ മെന്റൽ സർട്ടിഫിക്കറ്റും കൂടി വേണം. എന്തായാലും വേണം. ഇതെന്തോ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടല്ല, കണ്ടന്റ് സന്തോഷം കൊണ്ടാണ്. എന്താണ് തൊപ്പി കിസ്റാൻ പറയാ? അല്ല കുക്ക് കിസ്റാകുമ്പോ വീണ്ടും വന്നു. അതല്ല നമ്മള് ചേട്ടന് സീൻ ആക്കാൻ നമ്മളൊരു സ്നേഹബന്ധങ്ങളാ. അതിന് സീനൊന്നുമില്ല. അതിന് നിങ്ങൾ കൊണ്ടുവരുന്ന മഴവിൽ എന്ത് വിളിച്ചു കഴിഞ്ഞാലും സീനില്ല. ഗൈസ് നിങ്ങൾ കാരണം നിങ്ങൾ എന്തെന്നെ കുറ്റം പറയാൻ ഞാൻ കാര്യം പറയാം. നീ ഇവിടെ എത്തിയതിൽ നീ നന്ദി പറയേണ്ട ഒരേ ഒരാള് ഈ ചാറ്റാണ്. കാര്യം പറയല, അത്രയും ആൾക്കാർ നിന്റെ റീൽ എനിക്ക് ഷെയർ ചെയ്ത് തന്നിന്. എനിക്ക് വന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ റീൽ ഇട്ടെന്ന് തോന്നല്ലേ, കുക്കായിട്ട് വരണം. പക്ഷെ നിന്റെ ഏറ്റവും കയറിയത്, നിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ എനിക്ക് അയച്ചത്. 17 ഫോളോവേഴ്സ് ഉള്ളതിന് മില്യൺ ഫോളോവേഴ്സ് ഒന്നും ആയില്ല. ജസ്റ്റ് മൂപ്പർ ഒറ്റ കാരണം ഒരു ആവശ്യമില്ല എന്നെ റിയാക്ട് ചെയ്യാൻ ഒന്നിനും. മൈലൻ ഓവറാന്ന് പറയുന്നത് ഓവറാന്നല്ലോ. ഏതെങ്കിലും ഒരുത്തം പറയുന്നേക്കും, അങ്ങനെയൊന്നല്ല. എന്തായാലും കുറെ ആൾക്കാർക്ക് എന്നെ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. മൈ നെയിം ഈസ് ജാസി അങ്ങനെ പറഞ്ഞിട്ട് ഇതാക്ക് നീ ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. ഓക്കെ, ഇത് MRGയിലേക്ക് വെൽക്കം ചെയ്യാതെ ഇവരെ. എടാ നമ്മളെ മാല എടുത്തിട്ട് വന്നേ, അതിന്റെ ബെഡിലാ മാല. ഓക്കെ, MRGയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാൻ പോയത്. MRGന്റെ പുതിയ കുക്ക് MRG ജാസി. ഇതൊക്കെ ഇനി വലിയ റീലും ഇതൊക്കെ ആയി വരൂലേ ആൾക്കാർ? ഇതെല്ലാം സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ കേറുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കെല്ലാം ഇട്ട് കൊടുക്കുന്നത്. എന്തിനാ കൊടുക്കുന്നത്? ഇതിന് കണ്ണട മാറ്റടാ. ഇതിന്റെ കാണട്ടെ, എന്റെ കണ്ണിലേക്ക് നോക്കട്ടെ. താങ്ക് യു ഗൈസ്. അപ്പൊ ഓക്കെ, ലെറ്റ്സ് വെൽക്കം MRG ന്യൂ കുക്ക് ജാസി.
2 ജാടിയും കണക്കാന്നാ അങ്ങനെ പറഞ്ഞ രണ്ട് ജാടി അങ്ങനെ പറഞ്ഞ വേണ്ടാത്തവർ നമ്മൾ അടിച്ച് ചപ്പള കിക്ക് അവിടെ നിന്നെ കിക്ക് ചെയ്യാനാന്ന് വന്ന ഉടനെ പറയും നീ ആദ്യം തന്നെ വന്നിട്ട് ഓവറാക്കി അതാണ് പ്രശ്നം മനസ്സിലായി അങ്ങനെ ഇത്രയും ഓവറാക്കുന്നത് സത്യം പറഞ്ഞ എന്റെ ക്യാരക്ടർ അത്ര ഓവർ ഇല്ല. കാരണം വെച്ചാൽ ഞാൻ പിന്നെ നിങ്ങളുടെ ആ കണ്ടൊരു ആവേശത്തിന്റെ പുറത്ത് ഇതായതാണ്. കാരണം എന്താ നിന്റെ ക്യാരക്ടർ നിന്റെ ശരിക്കുള്ള എന്റെ ക്യാരക്ടർ മീഡിയ ആണ്, ഓവറും ഇല്ല. അല്ല അങ്ങനല്ല നിന്റെ കഴിവുകൾ എന്തല്ല നീ എന്തെല്ലാം നിന്റെ കഥ പറ. കഴിവ് വെച്ചാ കഥ പറ നിന്റെ എന്റെ എക്സ്ട്രാ കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്, ഞാൻ വ്ലോഗ് ചെയ്യും, പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇഷ്ടമുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്രസംഗം പറയും. പണ്ട് പഠിക്കുമ്പോൾ പ്രസംഗം പറഞ്ഞു. പിന്നെ നടത്ത മത്സരത്തിൽ അല്ല അങ്ങനല്ല, ആർട്സിൽ പണ്ട് ആർട്സ് സ്പോർട്സ് വേറെ ഇപ്പൊ കഴിവ് അറിയാ. അങ്ങനല്ല, വാക്കിംഗ് ഇല്ലേ പണ്ട് സ്റ്റേറ്റ് ലെവലൊക്കെ അത് വീട് കാണിക്കാനില്ല. നോക്കട്ടെ ഇപ്പൊ ഇവിടുന്ന് നടക്കുക ഒരു സ്ഥലമൊന്നും ഇല്ലല്ലോ. നടക്കലവന്റെ കഴിവ് മാറിക്കൊടുക്കും. അങ്ങോട്ട് എടുത്തണ്ണ എന്താണ് തിരിഞ്ഞു പോണം. അത് വേണ്ട, തിരിഞ്ഞു വേണ്ട. അപ്പൊ ശരിയില്ല. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. എടാ നോക്കട്ടെ നിന്റെ കഴിവ് നോക്കട്ടെ. എടാ മാറാ മൊട്ട ഇവിടെ ഗൈസ്. ഇങ്ങനെ സംഭവം ഉണ്ട്. നിങ്ങൾക്ക് നടക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ ഒരു ചെറിയൊരു കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതാ നിന്റെ കഴിവ്. അല്ല അത് ഇതാണ്. അല്ല പണ്ട് പഠിക്കുന്ന സമയത്ത് ഇത് നടക്കലാതെ അങ്ങനെയല്ല. ഇനിയിപ്പോ വേറെ എന്താ പ്രസംഗം പറയും. പിന്നെ പഠിക്കുന്ന പ്രസംഗം പറ. ടോപ്പിക് എന്താ വേണ്ടേ? എന്തെങ്കിലും ടോപ്പിക് പറ. നിങ്ങൾ പറയുന്ന എന്തും ഞാൻ പറയും. എന്തും എനിത്തിങ് എവരിത്തിങ്. പ്രണയത്തിനെ കുറിച്ച് പ്രണയമേ നീ കരയുമ്പോൾ ചിരി തൂകി ഞാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പ്രണയം എന്ന് പറയുന്ന ഒരു മനുഷ്യന് എന്താ പറയാ, പ്രണയം എന്ന് പറയുന്നത് നമുക്ക് വളരെ മാധുര്യം മാറുന്നതാണ്. പക്ഷെ ഒരിക്കലുമല്ല സുഹൃത്തുക്കളെ. പ്രണയം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസിൽ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ സംഭവം സാഫല്യമാവുകയുള്ളൂ. അത് സാഫല്യമാകണമെങ്കിൽ കുറേ രീതിയിലുള്ള പരിപാടികളും കാര്യങ്ങളും. ഇപ്പോഴത്തെ പ്രണയമൊന്നും നമുക്ക് സമകാലീന കാലഘട്ടത്തിൽ കാണുന്ന പ്രണയങ്ങളൊന്നും പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുകയില്ല. എല്ലാം പണത്തിനും പെണ്ണിനും സുഖാനുഭൂതികൾക്കും വേണ്ടി മാത്രം ഒരു ജീവിച്ച് കണ്ട് അല്ല അങ്ങനല്ല. ഇത് നിമിഷപ്രസംഗം എന്ന് പറയുന്നത് ഞാൻ പറയും. ഒരു ടോപ്പിക് പറ. അത് മതത്തിൽ പറയണോ രാഷ്ട്രീയത്തിൽ പറയണോ അതും കൂടി ഇതാക്കുക. ട്രയൽ ഫുഡ് ഫുഡ് ഉണ്ടാക്കാൻ കുറെ സമയം എടുക്കും. എന്നാലും ഒരു ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും നീ ഉണ്ടാക്കി കൊടുക്കും. ഇപ്പൊ ഉണ്ടാക്കണം. ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റില്ല. അല്ല ഉണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ യാത്ര ചെയ്യണുണ്ടോ? അല്ല അങ്ങനെയല്ല. അല്ല ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും നിന്റെ ഒരു സ്റ്റാർട്ടിങ് നോക്കാൻ പറ്റും. നമുക്ക് ചായ എന്താ ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാൻ എത്ര മണിക്കൂർ എടുക്കും? ബിരിയാണി ഉണ്ടാക്കാന് പിന്നെ അരിയൊക്കെ പെട്ടെന്നാവും. പിന്നെ മൊത്തത്തിൽ എത്ര മണിക്കൂർ? ബിരിയാണി നമുക്ക് പല ടൈപ്പിൽ ഉണ്ടാക്കാം. അതായത് ഒരു ആവറേജ് ഒരു 45 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് പിന്നെ ഇത് ബീഫാണെന്നെ കുറച്ചും കൂടി സമയം എടുക്കും ഒന്ന് നല്ല രീതിയിൽ വന്നിട്ടൊക്കെ വരാൻ. 45 മിനിറ്റ് കൊണ്ട് നീ ബിരിയാണി ആക്കും? അതാക്കണം. 45 മിനിറ്റ് കൊണ്ട് 45 മിനിറ്റ് ആക്കും. 45 മിനിറ്റ് കൊണ്ട് ബിരിയാണി ആക്കിട്ടോ. പിന്നെ ഇപ്പൊ ഓക്കെ. ഇപ്പൊ ജസ്റ്റ് ഒരു ചായ ഓംലേറ്റ് അങ്ങനെ എന്തെങ്കിലും ആക്കിട്ട് അല്ല ഇത് ഇതാക്ക്. എന്താണ് പറയണ്ടേ? പ്രസംഗം അതാ പറയുന്നുണ്ട്. ഡ്രഗിനെ കുറിച്ച്. ഫാമിലി ഡ്രഗിനെ കുറിച്ച് പറ. ഡ്രഗിനെ കുറിച്ച് ഒരു ബോധവൽക്കരണം പോലത്തെ മനുഷ്യന്റെ ലഹരിയായിട്ടെന്ന് ഒരു പക്ഷേ ആണും പെണ്ണും സമൂഹത്തിലെ എല്ലാ ആളുകളും കാണുന്ന ഒരു സംഭവമാണ്. അതായത് ഒരു നിമിഷത്തെ സുഖത്തിനും അനുഭൂതിക്കും വേണ്ടിയിട്ട് അവർ ഡ്രഗ് ഉപയോഗിക്കുന്നത്. ഡ്രഗ് എന്ന് പറയുന്ന മാരക ലഹരി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് മാനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അവന്റെ ജീവിതത്തിന്റെ സകലമായ രീതിയിലുള്ള ആരോഗ്യവും പിന്നെ അതുപോലെ തന്നെ അവന്റെ ഭാവിയിലേക്കൊക്കെ നീണ്ടു നിൽക്കുന്ന സന്തോഷങ്ങളും കുടുംബങ്ങളും നശിച്ചു പോകുന്നുള്ള യാഥാർത്ഥ്യവും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മുടെ യുക്തിക്ക് മുകളിൽ വിവേകത്തിനെ പ്രതിഷ്ഠിക്കാൻ വികാരത്തിന് മുകളിൽ വിവേകത്തെ പ്രതിഷ്ഠിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കണം. പക്ഷേ ഇന്നത്തെ തലമുറ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ശേഷിയും ചിന്താശേഷിയും അതേപോലെ തന്നെ ബുദ്ധിയും അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മാത്രവുമല്ല മാരകമായ ലഹരി പല രീതിയിലും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കൊരു പക്ഷേ അവരുടെ ശരീര അവയവങ്ങളും മറ്റൊക്കെ നശിച്ചു പോകാനും അങ്ങനെ പല കാരണങ്ങളും ഉണ്ടാകും.
നീ എന്തിനാ ഇടക്കിടക്ക് ഉമ്മ വെക്കുന്നതാ? എടാ സന്തോഷം കണ്ടോ, വേറെ ഒന്നും വിചാരിക്കണ്ട നിങ്ങള്. ഐ ആം ഹാപ്പി. എന്റെ മനസ്സ് കണ്ടകടാ. നിങ്ങൾ എന്റെ മുത്താണ്. തരും തരും തരും. മുട്ട എനിക്ക് തലമ മൂടിയുണ്ടല്ലോ. ആദ്യത്തെ ഡബ്ല്യൂ ആണ്. ഓക്കെ, നിന്റെ കരിയർ ആദ്യത്തെ ഡബ്ല്യൂ. താങ്ക് യു, താങ്ക് യു, താങ്ക്സ്, താങ്ക്സ്. പിന്നെ ഓക്കെ, എന്താ ചെയ്യിപ്പിക്കണ്ട ഇവനെ കൊണ്ട്? എന്താ ചെയ്യിപ്പിക്കണ്ട? ഫുഡ് ഉണ്ടാക്കിപ്പിക്കാന്ന് പറഞ്ഞാൽ ഒരു എടാ കുറെ ടൈം എടുക്കുന്ന പരിപാടി. അത് ഞാൻ ലൈവ് ആയിട്ട് ഞാൻ ട്രയൽ നോക്കിക്കോളാം. ഇപ്പൊ എന്തെങ്കിലും ലേറ്റ് ആയിട്ട് ഇവനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യിപ്പിക്കണം, എന്തൊക്കെ ചെയ്യണം പറ. ചാറ്റ് പറ, എന്താ ചെയ്യിപ്പിക്കണ്ട പറ. വലുതായിട്ടൊന്നും പറയില്ല, എന്തെങ്കിലും ഒരു നാണം കെടുത്താത്തൊരു. വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയില്ലേ? അല്ല അങ്ങനല്ല, എന്നെ പോലെ ഒരു നാണുമാനില്ലാത്തവരെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നിട്ട് നീ നാണം കെടുത്താണ്ട് പറയും നീ എന്നെക്കാളും നാണമില്ലാത്തവനാണ്. എന്റെ ക്യാരക്ടർ കണ്ടാൽ എനിക്ക് അങ്ങനെ തോന്നില്ല. ഗൈസ് ഡബ്ല്യൂ ഇതെന്താ സെറ്റപ്പില്ലേ നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട്. അല്ല ഞാൻ വിചാരിച്ച പുറമേന്ന് കാണുമ്പോ ഇത് എന്താ ലെവല്. അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ല, റൂമൊന്നും മര്യാദക്ക് ചെയ്തില്ല, ഇന്ത്യയിൽ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇത് കിട്ടില്ലല്ലേ. BMW പുറത്ത് എന്റെ പത്ത് ഇനി തൊപ്പിന്റെ ഞാൻ വിരാജിക്കും. എന്നെ മാല ഉണ്ടില്ല കത്തില്. റെസ്റ്റ് എടുക്കണോ? റെസ്റ്റ് എടുക്കണ മുകളിൽ ഒരു റെസ്റ്റും വേണ്ട, ഇത് റെസ്റ്റ് ഇല്ലാത്ത സമയാ. വേണ്ടാത്തോർത്താണ് എന്ത് ഓന്ത ഉദ്ദേശിച്ച്. എടോ ഓൻ നോർമലി പറഞ്ഞ നീയല്ലേ വേറെ ചിന്തിക്കുന്നത്. അങ്ങനെ സത്യമായിട്ടും കുറെ കാലം ഞാൻ ആഗ്രഹിക്കുന്നത്, എന്തായാലും കിട്ടി, ഭാഗ്യം. നിങ്ങൾ ഒറ്റടുത്ത് കാരണം ഒന്ന് ആലോചിച്ച് നോക്ക്, ഏടി ഒരു പരിചയം പോലും 17 ഫോളോവേഴ്സ് ഉള്ള എനിക്ക് ഇവിടെ എത്താൻ പറ്റി നിങ്ങൾ ഒറ്റൊരു സപ്പോർട്ട് കൊണ്ട് മാത്രം. കാരണം വേറെ പിടിവള്ളിയോ വേറെ സെലിബ്രിറ്റികളോ നമുക്ക് അറിയോ ഇൻഫ്ലുവൻസേഴ്സിനെ അറിയോ അങ്ങനത്തെ ഒരു പരിപാടി ഒന്നുമില്ല. എന്നിട്ട് ഇതാ ഈ ലെവലിൽ ഒരുത്തന്നെ ഈ ലെവലിൽ എന്നെ പിടിച്ചിട്ട് ഇങ്ങനെ പൊന്തിച്ചുകൊണ്ട് എന്റെ ഒരു പിടിവള്ളിയാണ്, എന്റെ ഒരു പിടിവള്ളിയാണ്. ഇവൻ എന്തെങ്കിലും ഇടക്കിടക്ക് ടച്ച്, നീ അധികം ടച്ച് ചെയ്യാണ്ട കേട്ടോ. കാണുന്നുണ്ടാ നേരത്തെ സംഭവം അടിപൊളിയായി. വേറെന്താണ്? വെള്ളിയാഴ്ച പള്ളിയിലെ മുസ്ലിയാറിന്റെ പ്രസംഗം. ഏത് ടോപ്പിക് പറ. ജാസി എന്ന് തന്നെ പറയണം, പോലീസ് കേസെടുത്തു അന്വേഷണം. പ്രസംഗം പറയണ ജാസി എന്ന് പേരുള്ള എല്ലാരും കുണ്ടന്മാരെന്ന് പറയുന്നത് സുഹൃത്തുക്കളെ. കാരണം വെച്ചാൽ ഓരോ മനുഷ്യന്റെ മനസ്സും നിങ്ങൾക്ക് മനസ്സിലാവും. മമ്മു ആൻഡ് കുക്ക് ഫ്രഞ്ച് അടിക്കാൻ പറയുന്ന അതല്ല, എല്ലാത്തിനും ഒരു മാന്യത ഉണ്ട് സുഹൃത്തുക്കളെ. അതിൽ നമുക്ക് ഒരു പരിധി കൂടുതൽ നമുക്ക് പരിമിതികൾ വരില്ല. ഓക്കെ, കുക്കിനെ തൊപ്പിനെ ഒരു നോട്ടം നെയ്മ ജില്ല ഫോർ ആൻ എഡിറ്റ് ഓർ ബി കുണ്ടൻ. നെയ്മ ജില്ല ഫോർ ആൻ എഡിറ്റ് ഓർ ബി കുണ്ടെന്നാ കണ്ണൂര്. എന്താ സംഭവം? അറിയില്ലടാ. സഹദേ നാട്ടിൽ വരുന്നുണ്ടോ? തൊപ്പി സജ്ദേ സോങ് പ്ലീസ്. ബെർലിനീസ് റേഡ് കൊടുക്കും. മമ്മു ആദ്യം മൈരൻ ഇപ്പോ പൊളി. മമ്മു ഒരു മണ്ണ. തൊപ്പി മമ്മു ലൈവിൽ ഓവറാണ്, അവരോട് പറ. തൊപ്പി കൊടുത്ത് ഞാൻ വായിച്ച് പരട്ട ഒരു പാട്ട് മമ്മു പാട്. മമ്മൂനോട് പാട്ട് വേണം പറയാം. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ജാസിനി 9 അല്ല 8.9 ആണ്. 8.9 ഉണ്ടാവോ? 9 ആകുന്നതിന് തൊട്ട് മുമ്പുള്ളതാ. ഒരു പോയിന്റും കൂടി ഉണ്ടെങ്കിൽ 9 ആയതാ. ഇങ്ങനത്തെ പറയല മാനസികമായിട്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ ആവേശത്തിൽ കളിക്കുന്നേ ഉള്ളൂ. എന്റെ മനസ്സിൽ മൂഡ് ഓഫ് വായിച്ചു ബ്രോ. എനിക്ക് എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊറേ ഫുഡ് താങ്ക് യു കൊക്കിന് ഇത്ര മുടി പാടി. അല്ല ഒന്നുമില്ല. ഇവരെ മുട്ട അടിച്ചാലോ? എന്താ പറയുന്നത്? തമാശ അല്ല മുട്ടടിച്ചാലോ? നിങ്ങൾ എല്ലാവരും എന്നെ തോണ്ടിയിട്ട് കാര്യമില്ല. ചാറ്റ് പറഞ്ഞാ ചെയ്യണം. വേണ്ട ഇപ്പൊ വേണ്ട, കുറച്ച് ചെയ്യട്ടെ. ഇവൻ ഒന്ന് സെറ്റ് ആവട്ടെ. എല്ലാവരെ കൊണ്ട് മുട്ട അടിപ്പിക്കല പറ. സെറ്റപ്പിലെ ഓംലെറ്റ്, കുക്ക് ഓവർ, ലൈമ് എടാ നാരങ്ങ ഉണ്ടോ? പുളി നാരങ്ങ ഉണ്ടോ? നീ കയ്യെടുത്ത നീ വെയിറ്റ് ആക്കി. നീ നേരത്തെ എടാ അങ്ങനല്ല തൊപ്പി, ഞമ്മക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല. കുറച്ച് കയ്യിട്ട് എന്നിട്ടെല്ലാം ടച്ച് ചെയ്യാം. നീ വെറും ഞാൻ എന്റെ മേത്തോട്ട് മുത്തം വെക്കല്. ഞാൻ തോന്നുന്നില്ല, ഇനി സീരിയസ്ലി എന്താണ് മോന്ത എന്താണ് ഇങ്ങനെ?
എനിക്ക് സത്യം പറയാ ഇത് എങ്ങനെ നിക്കണ്ടെന്ന് അറിയില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇവിടെ മൂത്തോക്കുമ്പോൾ ചിരി വന്നിട്ടല്ലേ ഒരു പ്രത്യേക എന്താണ് എടാ ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഇങ്ങനെ ഇതാക്കല്ല തന്നെ. എനിക്ക് മാനസിക ഞാൻ ആദ്യം നിങ്ങളെ കാണുന്നത് പ്രഷർ ആക്കുന്നില്ല. ഡ്രസ് ചേഞ്ച് ഡ്രസ് മറ്റേ ഇത് കൊടുക്ക്. കുക്കിന്റെ ഡ്രസ് ഇല്ലേ ഈ ലെവല് വേണോ? ഈ ലെവല് വേണോ? ഉണ്ട്. ഈ ലൈവ് മുതൽ തന്നെ നീ ഇതാന്ന് കുക്കാന്ന്. പിന്നെ നിനക്ക് 2 ദിവസം ഞാൻ തരാം. നീ കളക്ടറാ. അടുത്ത ലൈവിലാക്കാം മോനെ. ഇതിപ്പോ എപ്പോഴാണോ? ഇപ്പൊ മുതൽ തന്നെ നീ നമ്മളെ കുക്കാന്ന് മനസ്സിലാ. കയ്യിലുണ്ട് മറ്റേതുണ്ട്. ഈ കുക്കിന് ഇത്രയും സെറ്റപ്പ് വേണ്ട മനസ്സിലാ. പോയി മാറ്റിക്കോ. അവിടെ പോയി മാറ്റിക്കോ. ഓക്കെ പറ. ഫുഡ് ട്രയൽ ബിരിയാണി വേണം. ബിരിയാണി ആക്കാനുള്ള കുറെ സമയം എടുക്കണം. അത്രയും ടൈം ഇതാവും. ബോറോ വേറെ പരിപാടി ഇപ്പൊ ചെയ്യാൻ പറ്റിയ പരിപാടാ. നമുക്ക് ഇതാക്കിപ്പിക്കാം. നമുക്ക് ജ്യൂസോ ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കിപ്പിക്കാം. അത് നമുക്ക് നോക്കാം. ലേറ്റ് ആക്കാം. സാൻഡ്വിച്ച് ചേഞ്ച് ഹെയർ സ്റ്റൈൽ അല്ല ഹെയർ സ്റ്റൈലൊന്നും ഓനിപ്പം അങ്ങനെ തന്നെ നിൽക്കട്ടെ. നമുക്ക് കുറച്ച് നമ്മളായിട്ടൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താം. ഓക്കെ ഫുൾ സ്ക്രീൻ വെക്കാം. ഫുൾ സ്ക്രീനോ സേ മൈ നെയിം അബ്രാർ. ഹായ് അബ്രാർ. സോ ബ്രദർ. അവൻ കുണ്ടനാണ്. നീയാണോ അവൻ്റെ ആക്കി കൊടുത്തിരുന്നത് അതിൻ്റെ മോനെ? കുറെ സമയമായി ചക്കര വന്നിട്ട്. ചക്കൻ വന്നപാട് വന്നിട്ട് ഇത് കുണ്ടന് അതെല്ലാം പറഞ്ഞാൽ എനിക്ക് മാനസിക വിഷമം ഉണ്ടാവില്ലടാ. എനിക്കൊന്നൊരു ബോധമില്ലടാ. ഫസ്റ്റ് വരുന്നാളെ 1-2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. വന്നപാട് ഇങ്ങനെ ചെയ്യല്. ഞാൻ പറഞ്ഞല്ലേ ഒരു വാം വെൽക്കം കൊടുക്കുന്നല്ലോ. അവർക്ക് മാറ്റി അവന് എടുത്തു നോക്കട്ടെ. ഐഷോ സ്പീഡ് ഡെഡ് ആയോ? അവിടെ ഇല്ലടാ. വെറുതെ RIP ഐഷോ സ്പീഡ്. ഞാൻ എപ്പോൾ ലൈവ് വന്നാലും RIP സ്പീഡ് എന്ന് പറഞ്ഞിട്ട് വരും. ഇടയ്ക്ക് RIP നരേന്ദ്രമോദി, പിന്നെ RIP പിണറായി എന്നെല്ലാം പറഞ്ഞിങ്ങനെ ഇവരിങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഓരോരാൾ RIP എന്ന് പറയും. എന്ത് സുഖാന്ന് ഇവർക്ക് കിട്ടുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. റൂം സെറ്റാക്കിയിട്ടുണ്ട്. മുകളിലൊരു റൂം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ചക്കൻ അവിടെ പോയി കാണിച്ചു കൊടുക്കണം. അത്യാവശ്യം വലിയ സെറ്റപ്പ് ഒന്നല്ല, ഒരു അത്യാവശ്യം ഒരു സെറ്റപ്പേ ഉള്ളൂ. കുഴപ്പമില്ലാത്തൊരു റൂം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് PCC നിങ്ങൾക്ക് അയച്ചു. PCC ഓക്കെ സെറ്റാണ്. പോലീസ് കേസൊന്നും ഇല്ല മുന്നേ. MRG കുക്കിന്ന് പേരിടണം. ആണോ? ഓൾറെഡി ജാസി പറഞ്ഞു എൻ്റെ പേര് മാറ്റുന്ന ഒരു മാതിര. ജാസി മതി. MRG ജാസി പേര് മാറ്റിയാ. അവൻ്റെ പേര് മാറ്റിയാ. പിന്നെ എടുത്തു എൻ്റെ ID എവിടെ? ഇൻസ്റ്റ എവിടെ? ഞാൻ ഫോളോ ചെയ്തിട്ടല്ലോ. ഒരു മിനിറ്റാ. ഞാൻ വന്നേ നോക്കട്ടെ. ഇതെന്താ ഇത്? കിങ്ങിണി പശുവിന്റെ കഴുത്തിന് മറ്റേ ഇത് കെട്ടിയ ഇത് വേണം. വാല നമുക്ക് പുറത്തും വിടാം കേട്ടാ. കുക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെ മതി. അത്ര സെറ്റപ്പ് മതി. നോക്കട്ടെ ഒന്ന് ബാക്കോട്ടൊന്ന് കുറച്ച് ബാക്കോട്ടൊന്ന് നോക്കട്ടെ. ആ ഫോണിലെ മാറ്റ്. ഇല്ല അങ്ങനെ ആക്കുന്നല്ലടാ. പിന്നെ കുക്ക് എന്ന് പറയുമ്പോ ഇങ്ങനത്തെ കാശല്ലേ വേണ്ടേ? കൊള്ളാം. എന്തായാലും ഒരു പറക്കത്തെല്ലാം ഉണ്ട്. കൊള്ളാം. ഇത്രയും സെറ്റപ്പ് ഒന്നും പാടില്ല. പറയാ കണ്ണടുത്ത് മാറ്റി. ഇത് ആട് കേട്ടാ. ഇതേതാ? ഇനിയിപ്പൊ നിന്റെ എല്ലാം എന്റെ ആണല്ലോടാ. ഇപ്പഴാ ഇവന്റെ ശരീരമൊക്കെ ഒന്ന് കാണാൻ. അവനെ മക്കാറാക്കല് തൊപ്പി. അവൻ പൊളിയാ സെറ്റ് ആകും. ആടെ ഇല്ലല്ലോ മക്കാറാക്കുന്ന. അവിടെ മക്കാറാക്കുന്ന അല്ലടാ. ഇത് മക്കാറാക്കുന്നല്ല. മനസ്സിലായോ? ചെക്കൻ്റെ അവിടെ അവൻ പേര് മാറ്റി. MRG ആക്കിയാടാ പേര്. അവിടെ ഇത് ഞാനൊന്ന് കോൾ ചെയ്യുമ്പോ ഇവനെ ഫോളോ ചെയ്ത് വെച്ചിട്ടല്ല അത് പോയാ ഏടാ? അതില ഏതാണ് MRG കുക്ക്? അതിലൊന്നും കുഴപ്പമില്ല. ഏത് ഫസ്റ്റത്തെയാ?
ഇതോ താങ്ക്സ് എന്റെ എന്താണ് ഓക്കെ പറ എന്നിട്ട് സാലറി റിവീൽ ചെയ്യണോ സാലറി ഒന്നും വേണ്ട. സാലറി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാലൊരു ഉറുപ്പ്യ വേണ്ട, ഒരു ഉറുപ്പ്യ വേണ്ട. അത് നീ 2 ദിവസം ഇവിടെ പണിയെടുക്കുമ്പോ അത് മാറിക്കോളും. 2 ദിവസം ഇവിടെ പണിയെടുക്കുമ്പോ എനിക്ക് മാറിക്കോളും. ഇപ്പൊ നമ്മ 4 ആളല്ലേ ഉള്ളൂ. നാളെ ഒരു 2 ആൾ എക്സ്ട്രാ വരും. അത് കഴിഞ്ഞിട്ട് 2 ആൾ എക്സ്ട്രാ വരും. മൊത്തം 10 ആൾക്കാരാവൂല. അതൊന്നും കുഴപ്പമില്ല. 3 നേരം 10 ആൾക്ക് വെച്ച് വളമ്പണം. ഇപ്പൊ പറയുന്ന വർത്താനെല്ലാം മാറും മോനെ, മാറും. ഇല്ല കീഴെത്താൻ പറ്റില്ല, ബാക്കി ആയിക്കോളും. സാലറി എത്ര? സാലറി ഇപ്പൊ ഇവര് ഓവറാക്കുന്നതെന്ന് വേണ്ടെന്നെല്ലാം പറയും. അത് കുറച്ച് കഴിയുമ്പോ അവർക്ക് മാറിക്കോളും. ഓക്കെ, പണി ഇപ്പോഴേ എടുപ്പിക്കാൻ തുടങ്ങണോ? നോക്കട്ടല്ലോ എന്താ ലാലുണ്ടാക്കും. എന്താ നിനക്ക് പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം? പെട്ടെന്ന് ഉണ്ടാക്കാൻ ബ്രെഡ് പിസ്സ ആംപ്ലേറ്റ്. ബ്രെഡ് ആംപ്ലേറ്റോ? ബ്രെഡ് പിസ്സ ആംപ്ലേറ്റ്. പിസ്സ ആംപ്ലേറ്റോ? ആ, ഒരു പിസ്സ ടൈപ്പ് പരിപാടി. ചീസെല്ലാം വെച്ചിട്ടുള്ള മൊസറല്ല ചീസെല്ലാം വെച്ചിട്ടാക്കും. എത്ര മിനിറ്റ്? അത് 2 മിനിറ്റ് ആയി. 2 മിനിറ്റ് കൊണ്ട് ആക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ടൈമർ നോക്കൂട. ഞാൻ ഇവിടെ ടൈമർ നോക്കും. മതി. ടൈമർ നോക്കും. 2 മിനിറ്റ് 2 മിനിറ്റ് 5ആണെങ്കിൽ 5 പറഞ്ഞോ. 5 മിനിറ്റ് എന്നാ ഒരു 3 മിനിറ്റ്. 3 മിനിറ്റ്. സാറിന് നീ ഇല്ലേ അവനാ ഇത് ഞാൻ വായിലിട്ട് കൊടുക്കാനാ. നീ എന്താ പറയുന്നത്? സാലറി കൊടുക്കാണ്ട് ഫിഷ് നിർവാന. ഇവന്റെ സിഗ്നേച്ചർ ഐറ്റം ഫിഷ് നിർവാന. അതൊക്കെ ഒരു ദിവസം ഉണ്ടാക്കിയിരിക്കാം. നാളെ തന്നെ ഉണ്ടാക്കട്ടെ. എന്തെല്ലാം സാധനങ്ങൾ എന്തെല്ലാം വേണം പറഞ്ഞോ? ഒന്നും വേണ്ട. അതായത് പിന്നെ മൺചട്ടി ഉണ്ടാ? മൺചട്ടി പൂറിയ പോയിട്ട് എടാ മൺചട്ടിയിൽ എന്തിനാ? മൺചട്ടിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഇട്ട എല്ലാം സാധാ നോൺ സ്റ്റിക്ക്. ഒരു കാര്യം ചെയ്യാം, രാവിലെ നിന്നെ ഷോപ്പിങ്ങിന് കൊണ്ടുപോവാ. നിനക്ക് എന്തെല്ലാം വാങ്ങണ്ടേ വെച്ചാൽ എടുത്ത് കാട്ടിൽ ഇട്ടോളാം. പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. എല്ലാ സാധനവും നാളെ വാങ്ങിക്കോളാം. പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല. നീ കിച്ചൺ നോക്കിട്ട് നിനക്ക് ഇനി എന്തൊക്കെ ഇവിടെ മതി. ഓക്കെ, ഇപ്പൊ എത്ര ടൈമർ നോക്കാം? ഇവൻ എന്താണ് ബ്രെഡ് പിസ്സ ഓംലെറ്റാ? ബ്രെഡ് ഇല്ലേ? വേറെന്താ ഉള്ളത്? ഇവിടെ ഉള്ള വെച്ചിട്ട് സാധനങ്ങൾ എന്തെല്ലാം ഉള്ളത്? അതെല്ലാം നീ നോക്ക്. ഇതാ അടുക്കള. എന്താ പോരെ ഇവിടെ സെറ്റ് ആക്കിയില്ലടാ. കൊറേ ഇന്റീരിയറെല്ലാം ചെയ്യാണ്ട്. അതിന് ചെക്കന്റെ മുന്നിൽ നാണം കെട്ടല്ല. അടുക്കള അവർ സെറ്റ് ആക്കാനുണ്ടായിട്ടുള്ളൂ. എടാ എന്താടാ പോരെ? സെറ്റപ്പ് എങ്ങനെയാ? കിച്ചൺ എങ്ങനെയുണ്ട്? കിച്ചൺ എങ്ങനെയാ? കിച്ചൺ അടിപൊളിയാ. മുട്ട ഉണ്ട്, പക്ഷെ ഇതില്ല. ബ്രെഡ് അങ്ങനത്തെ ഒന്നുമില്ല. നിങ്ങളിങ്ങനെ ഇത് മേടിക്കല, ഇത് മൊത്തം മേടിക്കല. എന്താടാ ഇവരെന്ത് വിശപ്പാ? ഈ തടിയ മൊട്ട പട്ടി. നമ്മളിപ്പോ പട്ടിണി അവിടെ നമ്മളിപ്പോ ഉള്ള ഒരു ഉള്ളോട്ടുള്ള ഏരിയ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ തൊട്ടടുത്തൊന്നും കടയില്ല ഫുഡ് വാങ്ങാനൊന്നും. അപ്പൊ പാതിരാത്രി പകലെല്ലാണെങ്കിൽ ഓക്കെ, പാതിരാത്രിയിലെ കുടുങ്ങിപ്പോവും. നമ്മൾ എന്തെങ്കിലും തിന്നാൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. ഈ നായിന്റെ എടുത്ത് തിന്ന് തീർക്കും. പിന്നെന്ത്? ഒരാളെ കുറിച്ച് ചിന്തിക്കൂല. അങ്ങനെ ഇവന് തിന്നാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവന് ഫുൾ ബ്ലൈൻഡ് ആവും. മുള്ളു തീർക്കും. ഒരു സാധനം ഒരു കാര്യം വെക്കാൻ പറ്റൂല. ഇന്ന് വെച്ചിട്ട് രാവിലെ മുഖം കാണൂല. രാത്രി 12 നീയോ? പിന്നെന്താ? നീ ആരാന്ന്? ഇവന്റെ മറ്റേ കഥ പറഞ്ഞു കൊടുക്കണം. രാത്രി നമ്മ നോക്കണിട്ട് രാത്രി ഒരു ഒച്ച അടുക്കളയില് ആരോ ഇറങ്ങി ഓടുന്നു. നോക്കുമ്പോഴേ ഇടല ബൂസ്റ്റ് പറ്റിട്ട് ഒരുത്തിന് ഓടുന്നതാ ഈ നിർണായ ബൂസ്റ്റിന്റെ പൊടി ഇടല്ലോ. 46 വയസ്സായി. നിങ്ങളെന്താ കുക്കിനെ മൈൻഡ് ആക്കാത്തവാ? അല്ലെ ആയിടന്നോളൂ. എന്താ പറയട്ടത്? ഈ ഇതിട്ടപ്പോ കോൺഫിഡൻസ് പോയി. അതെന്താ? അല്ല കുഴപ്പമില്ല. നമ്മള് സാധാരണ ഈ ട്രൗസറോ ഇല്ലെങ്കിൽ അല്ല ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഇവിടെ നീ എന്തായാലും ക്യാരക്ടറായിട്ട് വരുമ്പോ നിനക്ക് ഒരു ഡ്രസ്സ് എന്നുള്ള രീതിയിൽ ഞാൻ ചെയ്തേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമുള്ള നീ പറഞ്ഞോ. അല്ല കുഴപ്പമില്ല. ഇപ്പൊ തൽക്കാലം എന്തായാലും ഇട്ടില്ലേ, ഇനിയിപ്പൊ നമുക്ക് ഇടാം. നിനക്ക് ഇഷ്ടമുള്ള കംഫർട്ടാണ് കുഴപ്പമില്ല. കാര്യം പറ. കാര്യം എല്ലാം മാറ്റിക്കോടാ. അല്ല കുഴപ്പമില്ല, മതി. ആണോ? അതിന് ഇതില്ല, ബ്രെഡ് ഇല്ല. പിന്നെ ഉള്ളത് ഗ്രീൻ പീസ് അങ്ങനത്തെ ഒക്കെ ഉള്ളത്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഫുഡ് ഇപ്പൊ നാളെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് രാത്രി പറയണം ഉച്ചക്ക് എന്താ വേണ്ടത്, രാവിലെ എന്താ വേണ്ടത്, രാത്രി വേണ്ടത്. ഫുൾ ടൈം ടേബിൾ എനിക്ക് കിട്ടണം. ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, പാളാനും ഇതിനൊക്കെ അങ്ങനല്ല. ഇത്
ഡ്രസ് ചേഞ്ച് എടാ എനിക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യണം. വേണ്ട ഓക്കെ കുഴപ്പമില്ല ഞാനായി. ഓക്കെ റെസ്പെക്ട് ഫോർ കുക്ക്. എടാ റെസ്പെക്ട് എടാ ഈടാരോ ഞാൻ ഒരു കാര്യം പറയട്ടെ, പുതിയൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു ഡ്രസ് എടുപ്പിക്കാൻ വിചാരിച്ചു, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ മാറ്റാം, മനസ്സിലാവും. അടി ഈനൊരു ഗത്തെല്ലാം ഉണ്ടാ, നീ ഒന്ന് മാറിയത് ബാക്കിലേക്ക് എന്നൊന്ന് മാടിക്കുത്തുടുത്തേ നോക്കട്ടെ. അടിമുറകത്ത് പൊലിമുറകത്ത് വേട്ടക്കാരൻ വറന്ന് പാത്ത് എന്തൊരു ക്യാരക്ടറാണ് ഇത്. ഡാൻസ് ചെയ്യാൻ നോക്കാം. നമ്മളും കളിക്കും. എനക്കും അറിയില്ല, ഞാനും ഇവിടെ വന്നിട്ടാ പഠിച്ചത്. പറമ്പിലല്ലേ നീയെല്ലാം മാറ്, ഓൻ വരണ്ട. ഇതെന്താ കളിക്കുന്നത്? എന്താ അതിനെ എന്ത് അധികം കൊള്ളാനേ അടിപൊളിയല്ലേ? എന്ത് പെർഫോമൻസും നമ്മൾ ചെയ്യും. ഒരല്ലോ താങ്ക് യു. ഇത്രയും വലിയ സ്ക്രീൻ ഞാനാണ്. 3 സ്ക്രീന് ഇതിൽ കമന്റ് മാത്രമേ ഉണ്ടാവും. ഇതില് ചാറ്റ്, ഇതില് ലൈവില് കാണുന്ന സ്ക്രീന്, ഇത് ഓബിയസ്. ഇതല്ലേ ഇതിലാ കോർഡിനേറ്റ് ചെയ്യുന്നത്. എന്താ സെറ്റപ്പ്, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ യൂട്യൂബിൽ ചെറിയ സ്റ്റുഡിയോ ഒക്കെ ഉണ്ട്, പക്ഷേ അതാക്കി വെച്ച സമുദ്രത്തിൽ തുള്ളി മാത്രം ഞാൻ. ഡോർ ക്ലോസോ എന്ത് ഡോറ്? നമ്മള് ഡോർ ലോക്ക് ചെയ്തില്ല, ആ ഗേറ്റ് ഒന്ന് ലോക്ക് ചെയ്ത്. താങ്ക് യു. സന്തോഷം. അപ്പൊ നാളെ മുതല് ഐശ്വര്യമായിട്ട് ആയിക്കോട്ടെ, തുടങ്ങിക്കോ. ഇനി മുതല് ഓക്കെ. സന്തോഷം. ഫുഡ് കഴിക്കാതെ സന്തോഷം. നോക്കട്ടെ, കഴിച്ചു നോക്കട്ടെ. എന്താ ഫുഡ് ഇഷ്ടപ്പെട്ടു? ഇപ്പൊ ട്രയൽ നോക്കാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പറ്റൂ. എന്താ ഉള്ളത്? ഞാൻ പിന്നെ ഈ ആടെ ഗ്രീൻ പീസ് വേറെന്താ ഗ്രീൻ പീസ് ഒക്കെ എന്തായാലും വെള്ളത്തിട്ട് മുട്ടയുണ്ട്. അതിനെ കൊണ്ട് എന്താ വെച്ചാൽ പെട്ടെന്ന് ഓംലേറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ടയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയതാ. പിന്നെ മാഗി ഉണ്ട്. മാഗി വേണമെങ്കിൽ മാഗി ഉണ്ടാക്കാൻ എടാ ഓംലേറ്റ് ഉണ്ടാക്കാൻ പാടില്ലെങ്കിലും അത് കറക്റ്റ് ഉപ്പും കുരുമുളകെല്ലാം ആണോന്ന് ഇവന്റെ കൈപ്പുണ്യം നമുക്ക് നോക്കാൻ പറ്റും. ഓംലേറ്റ് വെക്ക്. എത്ര മിനിറ്റ് ഉണ്ടാക്കും നോക്കാലോ? പഴയ കുക്കിന് ഹാൻഡ് ഓവർ ചെയ്യണം. ഏത് പഴയ കുക്കിനെ വിളി. എടാ എങ്ങനെ കുക്കായിട്ട് ആരാ കണക്കൂട്ടിയത്? എടാ മൊട്ട ഇന്ന് വന്നാ മറ്റേ ഇതോ കിച്ചണ് ഹാൻഡ് ഓവർ ചെയ്യാൻ പറയാം. എന്താന്ന് അടുക്കളെല്ലാം കാണിച്ചു കൊടുക്കും, സെറ്റായി കൊടുക്കും. ഉള്ളി തക്കാളി നമ്മളാണ് ഇവിടെ അല്ലല്ല നിന്റെ ഓംലെറ്റിന് എത്ര മിനിറ്റ് എടുക്കും നോക്കണം. അതല്ലേ ടെസ്റ്റിങ്ങിന്റെ ഭാഗം. എല്ലാം എത്ര ടൈമർ എത്ര ഇടണം? ഇനി ഓംലേറ്റാ ആരെ ബെല്ലടിച്ചോ? എന്താ സൗണ്ട്? 2-3 മിനിറ്റ് ആയിട്ട് നോക്കാം. ഇത് ചൂടലാക്കി ആയി വരണ്ടേ? ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പാന് ചൂടായതിനു ശേഷമാണ് പിസ്സ, ഓംലേറ്റ്, ആ ബ്രെഡ്, ആ സംഭവം ഉണ്ടാക്കാന്ന് പറഞ്ഞത്. ഓക്കെ, എങ്ങനെ ടൈമർ എത്ര മിനിറ്റ് ഇടണം എന്ന് പറയാൻ? സാധനം എല്ലാം റെഡി ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 4 മിനിറ്റ് അല്ലേ സമയം നോക്കിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കല്ല. അങ്ങൊന്നും പറയാൻ പറ്റൂല. എടാ ബിരിയാണിയും മെയിൻ ആയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാനൊന്നും ടൈമർ നോക്കുന്നില്ല. ഈ ഇങ്ങനെ ഇതിപ്പോ ചെറിയ ഡിഷ് അല്ലേ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഫാസ്റ്റ് നമ്മൾ നോക്കണം. അല്ല സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം. പക്ഷെ അല്ല ബിരിയാണിയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ ഞാൻ ടൈമർ ഒന്നും നോക്കില്ല. പക്ഷെ ഇത് നിന്റെ കഴിവ് നോൺ സ്റ്റിക്ക് ആയില്ലെങ്കിൽ സാധാ
അതൊന്നും അറിയില്ലേ ഇവരല്ല എങ്ങനെ ഇത്ര കുക്കാറ്റിട്ടുണ്ടേ എന്തെല്ലാം ഒരു പരിപാടിയുടെ തള്ളി മുക്കിയിരിക്കും. ഇനി ഞാൻ വിടില്ലട്ടെ, എല്ലാ കാര്യവും ഞാൻ പുറത്തേക്ക് കൊണ്ടുവരും. എനിക്കെല്ലാം കറക്റ്റ് വിശ്വല്ലേ തട്ടടയിൽ വെറുതെ വിചാരം നിന്നെ വെറുതെ വിടൂലേ. മമ്മൂന് നോക്കിയടാ. അയ്യേ മമ്മു നോക്കിയേക്ക്. അയ്യേ അയ്യേ. അല്ല ഇവനെന്തെല്ലാം ഉണ്ടാക്കല് ഫുഡ്? ഇവനെന്തുണ്ടാക്കാൻ? ഇവ വന്ന് കയറിയ 3 ദിവസം ഇവൻ കുക്ക് ചെയ്ത്, അതിന് ശേഷം ഇവൻ അടുക്കളയിൽ കയറിയില്ല. ഫുഡ് അടിപൊളിയേനു. എന്താണ് എടി ഇവൻ നമ്മളെങ്ങനെ പറ്റിച്ചറിയോ? ഇവ പുറത്തുനിന്ന് ഫുഡ് വാങ്ങും. ഇവനക്ക് അടുക്കള സാധനങ്ങൾ വാങ്ങാൻ കൊടുക്കുന്ന ഒരു ബഡ്ജറ്റ് ഉണ്ട്. അത് വെച്ചിട്ട് ഇവൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങും. ഹോട്ടലിൽ കടയിൽ നിന്ന് ഫുഡ് വാങ്ങിട്ട് പണ്ടാണ് കടയിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് ഇവിടെ വെക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിച്ചിട്ട് തരും. ഞാൻ ഒരിക്കൽ പിടിച്ചില്ല, പണ്ടൊരു ലൈവില് പിടിച്ചിന്. നീ എന്റെ ലൈവും കാണില്ല. അല്ല ഞാൻ പണ്ട് കാണലുണ്ടായിരുന്നു. അല്ല പണ്ടല്ല ഇടക്കിടക്ക് എപ്പോഴെങ്കിലും ഒക്കെ. അപ്പം സന്തോഷം. ഇപ്പൊ ഈ പാനല്ലോ നോൺ സ്റ്റിക്ക് പാത്രം ബ്രോ എന്റെ ചാനലൊന്ന് ലൈവിൽ ഓപ്പൺ ചെയ്യോ പ്ലീസ്. ഒന്ന് റൈഡ് ബിഗ് ഫാൻ ആണ്. ചാനൽ നെയിം മെൻസോ AS7 ബ്രോ. എന്താണ് മൈൻഡ് ഇല്ലാത്ത? ഏതാ കുഞ്ഞിച്ചക്കൻ? ഇതത്ര 10 വയസ്സാ? ചെക്കന്റെ ഉമ്മയാന്ന് തോന്നുന്നു. ചെക്കന്റെ അമ്മയാന്ന് ഇത് ഇട്ടേന്ന് തോന്നട്ടാ. അനീഷ ചെറിയ അങ്ങനെയല്ല ലൈവെല്ലാം അടിപൊളിയാണ്. എന്താ പേര്? വിയനോ AS7 നിക്കാ. ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കും, നമുക്ക് നോക്കാം. ഓക്കെ ഇഷ്ടപ്പെട്ടോ? ഉണ്ടായിക്കോ പെട്ടെന്ന് നോക്കാം. എന്താ ഓംപ്ലേറ്റാ? എന്താന്ന് വെച്ചാ എന്താക്കുന്നവന്? ഓംലേറ്റ് ആയിക്കോ. ഓക്കെ ഇതാണോ വേനോ AS7? ഫ്രീ ഫയർ അല്ല. തക്കാളി 7 വയസ്സാ. ഷോർട്സ് മാത്രമുള്ള റൈഡ് കൊടുക്കാൻ ഞാൻ വെച്ച് ലൈവാണ്. അവിടെ ലൈവ് ആണെങ്കിലല്ലേ റൈഡ് കൊടുക്കല്. എവിടെ മുത്ത ആണെന്നില്ല. ആളുകൾ എന്നെ ഇതാക്കൂ. സംഭവം ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി. എടുത്ത് തട്ടിപ്പോട് തട്ടിപ്പോട്. എടാ ഇതെന്ത് ചാനലാ? ഇതിലല്ല എങ്ങനെ മോനെ ഞാൻ റൈഡ് കൊടുക്കുക? ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യാൻ കയ്യില മോനെ. ഞാൻ കാര്യം പറയാം, എന്തെങ്കിലും കാര്യം പറയാല. എന്തെങ്കിലല്ലോ മൈക്ക് എടാ നിന്റെ മൈക്ക് എടാ നീ ആടുന്ന് ചെയ്യുന്നതിന്റെ സൗണ്ട് ലൈവിൽ കാക്കാം. ചാനൽ എല്ലാരും മൈക്ക് എങ്ങനെ ഇടാ മൈക്കിങ്ങതാ. അല്ലെങ്കിൽ ആടെ മൈക്ക് അവിടെ വെച്ചോ. അധികം സൗണ്ട് ഉണ്ടാക്കാണ്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. എടാ മൈക്ക് നല്ല സീനാ. നിനക്ക് എന്താ സൗണ്ട് കേൾക്കുന്നത്? എടാ അധികം ഒച്ചയാക്കല്ല, സംസാരിക്കല്ല. ഇതിൽ കേൾക്കും, ലൈവില് കേൾക്കും. നീ കുക്ക് ചെയ്തിട്ട് കൊണ്ടോ. നീ ആടെ ചെയ്യുന്നതിന്റെ സൗണ്ട് ലൈവിൽ കാക്കാം. ചാനൽ എല്ലാരും മൈക്ക് എങ്ങനെ ഇടാ മൈക്കിങ്ങതാ. ഷോ കുക്കിംഗ്. എടാ ഷോ കുക്കിംഗ് കാണിക്കണമെങ്കിൽ ഞാൻ IRL സ്വിച്ച് ചെയ്യണം. ഇതിപ്പോ വയർ കണക്ട് ചെയ്തിട്ടുള്ള ഈ PC-ലേക്ക് വയർ വയ്യാത്ത ക്യാമറ ഉള്ളത് മനസ്സിലാവും. വയർലെസ് ആക്കണമെങ്കിൽ IRL ആക്കണം. അത് നല്ല കുറെ പണിയാണ്. ജസ്റ്റ് അത് കാണിക്കാനായിട്ട് IRL സ്വിച്ച് ചെയ്യുന്ന ഭയങ്കര പാടാണ്. അല്ല IRL ചെയ്യുന്ന ഡിവൈസ് അറിയാലോ, അത്രയും കോംപ്ലിക്കേറ്റഡ് ആണ്. കുറെ നെറ്റ് സെറ്ററെല്ലാം കുത്തി മറ്റേ ഇത് വെച്ച് ഏരിയയിൽ പൊക്കി മറ്റേതാക്കി എന്തെല്ലോ പാടാണ്. മുട്ടിയതല്ല സാധനം. ഡ്രിങ്ക് അല്ല അവന് ഇതാക്കട്ടെ. ഓംലെറ്റ് ആക്കട്ടെ. ഇത് കാണിക്കാൻ വഴിയുണ്ടോ? രണ്ടെണ്ണം ക്യാമറ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഇതാണ് അടുക്കള. ഇതിന്റെ ഉള്ളിലേക്ക് എങ്ങനെ ഇതെന്താക്കുന്നത്? കുരുമുളക് കൊടുത്തു. കുരുമുളക് ഇങ്ങ് എടുക്ക്. ഇന്നാ കളിക്കുന്നു. എടാ അടുത്ത ലൈവിലേക്കില്ലേ ഞാൻ വയറ് വഴി തന്നെ ഒരു ക്യാമറ. ഞാൻ ഒരു ക്യാമറ അങ്ങോട്ടേക്ക് ആക്കാം. ഓക്കെ അടുക്കളയിലേക്ക് വയറ് വഴി തന്നെ ഒരു ക്യാമറ ഇതാക്കാൻ പറ്റുന്ന ലെവലില് ഈ ക്യാമറ എടുത്തിട്ട് ആക്കാം. ഇവിടെ വേറൊരു വെബ്കാം ഉണ്ട്, അതെടുത്തിട്ട് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഗോപ്രോ ഇല്ലേ? ഗോപ്രോ നമുക്ക് അടുക്കളയിലേക്ക് വയറ് വഴി എത്തിക്കാൻ പറ്റുമോ? ആ ഗോപ്രോ എടുത്താ നീ. ഗോപ്രോ എന്ന് പറയുമ്പോ മൊലാപ്പയെന്ന് നീ ഗോപ്രോ നോക്കട്ടെ ആക്കുന്ന എങ്ങനെയാ നോക്ക് മുത്ത. സാധനം റെഡിയായി. മുളകല്ല കുരുമുളകാണ് ടേസ്റ്റ്. ഇതെന്താ എരി കുറവാ. ഇതെന്താ ഓംലേറ്റ്? ഇതെന്താ ഇങ്ങനെ? എന്ത്
ആയിട്ടില്ല, ഞാൻ ചോദിച്ചത് 1 സൈഡ് ഡബിളാ. അതല്ല മോനെ, ഈ മുളക് എന്താ ഒരു ഭാഗത്ത് മാത്രം അത് കൂട്ടിയിട്ടില്ല? സീനില്ല, ഇനി എരിവ് കുറവാണ്, കുരുമുളകിൽ ബാലൻസ് ചെയ്യൂ. ഇതെല്ലാം ഒരു ഇതിന്റെ ടെക്നിക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാം. ഇതെല്ലാം എന്ത് നോക്കട്ടെ, ഇത് നോക്കി. അതല്ല, ഇത് മതിയാ, ഇത് പറഞ്ഞില്ല. കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. നോക്കട്ടെ കാണിക്കട്ടെ. കാണിക്കട്ടെ, ലിവറിനെ വിശ്വസിക്കൂല. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മുടെ ഇതാ നല്ല കിടില സൂപ്പർ നല്ല ടേസ്റ്റി ആയിട്ട് മുളകെല്ലാം ഒരു ഭാഗത്ത് കൂട്ടിയിട്ടില്ലേ ഈ സംഭവിച്ച മുളകിന് ഇത് നോക്ക്, എരിവ് കുറവാണ്. ഇവിടെ ഒന്നും മുളകില്ല, ഇവിടെ മാത്രം മുളക് കൂട്ടിയിട്ടില്ലേ. അത് കുഴപ്പമില്ല, കാരണം വെച്ചാൽ മുളകിൽ തരും ഇതിൽ ഓൾറെഡി പിന്നെ ബാലൻസ് ആവും. അത് സീനില്ല, ഞാൻ നല്ല അടിച്ച് സൂപ്പർ ആക്കിയേ. ഇനി നമുക്ക് ഇതൊന്ന് പൊന്തി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്, ഇതിന് മുളക് ഉണ്ടാക്കാം. അങ്ങനെയല്ല, പിന്നെ തൊപ്പി അങ്ങനെ കുടുംബക്കാരുടെ സീനാണ് അവരെല്ലാം. അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു എന്നിട്ട് പറ, അപ്പൊ ഇതിന്റെ മുകളിൽ ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൊന്തി വരും. അപ്പൊ നല്ലൊരു നല്ല പൊന്തി വരുമോ? 1 സൈഡാ വേണ്ടേ? അല്ല, എന്റെ പൊന്തി വരുമ്പോ നമ്മളെന്താ ചെയ്യണ്ടേ? പൊന്തി വരുമ്പോ എന്താ ചെയ്യണ്ടേ? ടു സൈഡാ ഇപ്പൊ ശരി. ജ്യൂസൈലാക്ക്. ഷോപ്പിംഗ് വ്ളോഗ്. ഷോപ്പിംഗ് അവിടെ നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നത് നമുക്ക് ഇതെടുത്താലോ? സ്റ്റോറി എന്തെങ്കിലും എടുക്കാം അല്ലേ? വ്ളോഗ് പോലെ എന്തെങ്കിലും ഇതെടുക്കാം. മൊബൈൽ ക്യാമിലാക്കുന്നത്. മൊബൈൽ ക്യാമിലാക്കണം. ആയില്ലേ? ആയി സാധനമായി. പിന്നെ അതിനായിട്ട് കണക്ട് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ തീരും. പിന്നെ മൊബൈൽ ക്യാമറയിലും മൊബൈൽ ഇതിലും വയർലെസ് സ്റ്റക്ക് ആയിരിക്കും. വയറുമായി 1 മിനിറ്റ്. വയർ ഇടുമ്പോൾ ഞാൻ കൊണ്ട് പോട്ടെ. ഇങ്ങനെ കാണിക്കാൻ പറ്റുമല്ലോ. കഴിഞ്ഞു ആയോ? എന്നാ കൊണ്ടോ. മറിച്ചിട്ടാണ്. സ്പൂൺ എടുക്ക്. നമ്മള് സ്റ്റാൻഡേർഡ് ഒന്നല്ല, നാട്ടിൻപുറത്തെ. ഷോപ്പിംഗ് ലൈവ് അത് തിരിച്ചിട്. ചെലപ്പോ നോക്കാം. അല്ല വേണ്ട, അതെല്ലാം എന്തിനാ ഷോപ്പിംഗ് എല്ലാം ലൈവ് എടുത്തിട്ട് എന്താ? അതാ സോറി, കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്. ഞാൻ കുറച്ച് കൂടുതലുണ്ട്. എന്താണ് നിന്റെ കൈ പറ്റുന്നത്? ഒരു വൃത്തിയില്ലാത്ത സാധനമാട്ടെ ഇവൻ സ്പൂണിൽ എന്തെങ്കിലും ഉണ്ടോ? ഇവൻ വാണം വിട്ട് കൈ കാത്തോരാ പറ്റുന്നടാ, ഇവന്റെ കൈ പറ്റുന്നടാ. എന്താ കേൾക്കാൻ പോന്നെ? സ്പൂണ്. ഓക്കെ ഇതെന്തിന് ഇങ്ങോട്ടേക്ക് മറിച്ചോട്ടെ? ഓക്കെ, ഓംലേറ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇല്ലേ, ഉപ്പിന് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടേ. ഒന്നും പറഞ്ഞില്ലേ, കുക്കെല്ലാം നോക്കി ചെയ്യണം. കുറച്ച് ഉപ്പ് കൂടുതൽ ട്രയലാണ്. അത്ര എടുക്കണ്ട, കുറച്ചെടുത്താ മതി. വന്ന് നിക്കാണ് അടുത്ത വന്ന് എടുക്കാൻ വേണ്ടിട്ട്. ഉപ്പ് കൂടുതലല്ലോ. അത് അടുത്തിലിതാക്കാം. ഞാൻ പെട്ടെന്ന് ഇട്ടപ്പോ സ്പൂണിന്റെ ഇത് ഇതായിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് ഹെവി ഫുഡുകളൊക്കെ ഞാൻ ശരിയായില്ല. ഉള്ളി കൂടുതലോ? ഉള്ളി സംഭവിച്ച സവാള എടുത്ത് ചെറുള്ളിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒരു തുള്ളി കൂടുതലാണോ? ഒരു കൂടുതലോ? സമയം ആയില്ലേ? നായാണ് ഒരു വൃത്തിയില്ലാത്ത ഇങ്ങനെ തോന്നായി വേണോ? എന്താണ് എടാ നീ ആ കാര്യം, ഇവൻ കുളിച്ചിട്ട് എത്ര കൊല്ലായി അറിയോ? ഇവൻ കുളിച്ചിട്ട് എത്ര ദിവസമായി അറിയവൻ? നിങ്ങൾക്ക് ഉപ്പില്ല, എനിക്കൊരു ഭാഗത്ത് കുറച്ച് ഉപ്പ് കൂടുതലുണ്ടായില്ല. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രം. ഇല്ലല്ലേ, സംഭവം ഞാൻ തിന്ന ഭാഗത്ത് കുറച്ച് ഉപ്പ് കൂടുതലുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? കൊള്ളാം. എടാ അതിന് മുളകുണ്ട്. താങ്ക് യു സുഹൃത്തുക്കളെ, താങ്ക് യു. ഒന്നുമില്ലാത്ത എന്നെ ഇവിടെ എത്തിച്ച് നിങ്ങൾക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടാ എനിക്ക് സന്തോഷമാണ്. കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ സപ്പോർട്ടും പിടി ഒന്നുമില്ല. അങ്ങനെ ഒരു വീഡിയോന്റെ ബലത്തിൽ മാത്രമേ എടുത്താൽ എത്തിയത്. ഇന്ന് ഞാൻ ഇവിടെ അഭിമാന നിമിഷത്തിൽ ഒരു ഓംപ്ലേറ്റ് വരെ തൊപ്പിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ. ഓക്കെ അയ്യാ എന്തായിപ്പിക്കാം? അതിനൊന്നും ചെയ്യാനൊന്നും ഇല്ലടാ. ഇവ സെലക്ട് അല്ലേ? ഇവ ഓൾറെഡി ഇതായടാ. ഇവനെ എംആർസിയിലേക്ക് നമ്മൾ റിക്രൂട്ട് ചെയ്തു. പിന്നെ ഇതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി നമ്മൾ ട്രയലെല്ലാം നോക്കുന്നത്. ട്രയലൊന്നും എന്തില്ലെങ്കിലും നമ്മൾ നോക്കാൻ വിചാരിച്ചൊന്നല്ല.
ഇവൻ ഓൾറെഡി നല്ല കുക്കാണ്. ഇവൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാം അയച്ചെന്നാ, മനസ്സിലാവും. എല്ലാ ബട്ടർ ചിക്കൻ, ബിരിയാണി, മറ്റേ അത് ഇത് എന്തെല്ലോ സാധനം ഉണ്ടാക്കുന്ന കാണിച്ചത്. ഇവൻ സെലക്റ്റഡാ. ഡ്രസ് ചാലഞ്ച്, ഡ്രസ് ചേഞ്ച് അല്ല, ഡ്രസ് ചേഞ്ച് ചെയ്യണോ? ചേഞ്ച് ചെയ്തോട്ടാ, വേണ്ട. ഇനിയിപ്പോ എന്തായാലും കുളിച്ചിട്ട് ഞാൻ ഇതായിക്കോളും, മാറ്റിക്കോളും. യാത്ര ചെയ്തോ. എന്നാ പിന്നെ റൂമിലേക്ക് പോയിക്കോടാ, റെസ്റ്റ് എടുത്തോ. മുകളിൽ റൂം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ടീ ചായ ഉണ്ടാക്കി വെക്കണം. വേണ്ട, ഓക്കെയാ, നാളെ ട്രയലെല്ലാം ഓക്കെയാണ്. നാളെ നേരെ ഫിഷ് നിർമ്മാണം ഉണ്ടാക്കട്ടെ. ഇവൻ നാളെ രാവിലെ എണീച്ച് സാധനങ്ങൾ മേടിച്ചോട്ടാ. പോയി ഉറങ്ങിക്കോ, കടന്നുറങ്ങിക്കോ, രാവിലെ എണീക്കണ്ടേന്ന്. എന്തെല്ലാം സാധനം വേണ്ട എന്നെ വിളിച്ചോ. അല്ല നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പോയിക്കോളാം. അല്ല നീ കൊണ്ടുപോയിക്കോ, ഫോർച്യൂണറിന് കൊണ്ടുപോയിക്കോ. 40 രൂപ ത്രൂ ഗൂഗിൾ പേ. ഉണ്ണിക്കണ്ണൻ വിജയനെ പോലെ ജാസി തൊപ്പി. ഉണ്ണിക്കണ്ണന് കുറെ കുമ്പിയല്ലേ, എനിക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. ഞാൻ ആളൊരു സ്റ്റാൻഡേർഡും ഫിറ്റ് ഒക്കെ തന്നെയാണ്. ഞങ്ങളുടെ മുമ്പിൽ കുറച്ച് ഓവറാക്കി അഭിനയിക്കുന്നതേ ഉള്ളൂ. ഡിസ്കോഡ് കയറ്റിടാം. ഡിസ്കോഡ് നോക്കിട്ട് പറയാല്ലേ, ഡിസ്കോഡിൽ എന്തെല്ലാം ഉള്ളത്. അവിടെ പോയിക്കോ, യോഗം പിരിച്ചോട്ടിരിക്കുന്നു, കുക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്നു. പോയിക്കോ, എല്ലാവരും പോയിക്കോ. ഓക്കെ, അതിന്റെ പരം മമ്മു വേണോ വേണ്ടേ? എന്നോട് മറക്കണോ, എമ്മോട് കണക്കണോ, എന്നോട് കണക്കണോ, എന്നോട് നടക്കണോ. ആ പാട്ടേതാ? ആ പാട്ടോടാ, ആ പാട്ടേതാ? പാട്ടിന്റെ പേരെന്താ നോക്കിട്ട് പറഞ്ഞ. എടാ ക്ലിപ്സ് എടാ പാട്ടിന്റെ പേരെന്താ? എന്നോട് എടാ മൈക്ക് വരാൻ പറയുന്ന എന്താ? എന്താടാ? ഒന്നുമില്ല, മോശമായി ചക്ക, മോശമായി മൊത്തം പഠിക്കെടുത്തേരാ. അല്ല എന്താ? ഒന്നുമില്ല. എടാ നീ എന്നെ എടുത്തിടാ, വെറുതെ ട്രയൽ നോക്കിയതാണ്. ഓൾറെഡി നിന്നെ എടുത്തതാ, ഓൾറെഡി എടുത്താടാ നിന്നെ. അല്ല കുഴപ്പമില്ല. ഇതാടാ കണ്ണെല്ലാം പറഞ്ഞു. ഞാൻ ഇമോഷണലായൊക്കെ നാളെ നീ ഇന്നല്ലേ വന്നാ? ഞാൻ വരും. നാളെ ഒന്ന് നാട്ടിൽ പൊക്കോട്ടെ. ഇതാ വന്നല്ലോ. അല്ല വേറൊന്നുമില്ല, എന്റെ വലിയ മരിച്ചു. ഞാനിപ്പോഴും അറിയാം. സീരിയസ് ആയിട്ടാ? സുഖമല്ലായിരുന്നു, പക്ഷെ ഞാൻ ഇതാക്കും വിചാരിച്ചില്ല. ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഉപ്പ വിളിച്ചു, ഉപ്പ മെസ്സേജ് അയച്ചു. ഫിലിമിന്റെ പേരെന്തെങ്കിലും അറിയാം? ഫിലിമൊക്കെ വൈകുന്നേരം 5 മണിക്ക് ഇങ്ങനെ മരണപ്രദമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ അവിടുന്ന് രാവിലെ ലക്ഷൊക്കെ വിട്ടേക്കുന്ന ഇപ്പൊ മൈസൂരിലുള്ളത്. പക്ഷെ അവരിപ്പോ എങ്ങനെയാപ്പം നാട്ടിലേക്ക് എത്തി വിചാരിക്കുന്നു. ചെക്കൻ്റെ വെല്ലുമ മരിച്ച എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് വന്ന് കേറി ആടിനെ തിരിച്ചു സമയത്തിന്റെ മുമ്പ് ടൈം ശരിയല്ല. മീൻസ് വയസ്സായതല്ലേ? വയസ്സുണ്ട്, പക്ഷെ കടത്തത്തിലായിരുന്നോ? ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു. ആണോ? പിന്നെ നമ്മള് കേറിക്കോടാ, ട്രെയിൻ കയറിയോ? ഞാൻ പോയിട്ട് വരട്ടെ. മതി. ലൈവ് ഓഫാക്കാം, നാളെ ഓഫാക്കാം. എടാ അല്ലെങ്കിൽ നമുക്ക് പോയാലോ? നമ്മള് വന്ന കുഴപ്പമുണ്ടോ? വെച്ചെടുത്ത് കണ്ടാല് നമുക്ക് കണ്ണൂർ പോയാലോ? കുറെ ആയാലും പോയിട്ട് നാട്ടിലേക്ക്. ഒരാഴ്ച 2 ആഴ്ച പോയിട്ട്. നിന്നെ ചോരോ. നീ എന്തിനാ ഇങ്ങനെ ട്രെയിനിൽ നീ ഈ അവസ്ഥയിൽ എങ്ങനെ പോവാ? നമുക്ക് കാറിലൊന്നിച്ചോ, ഫോർച്യൂണറിൽ പോവാ. എടാ നീ അവിടെ ഇരുന്നേ, നീ അവിടെ ഇരുന്ന. ഒന്ന് ചോദിക്കൂടെ, കണ്ണൂർ പോയിക്കൂടെ? മുൽമാനം കണ്ടിട്ട് വരാം. വേണ്ട, നമ്മളൊന്നിച്ച് വരാടാ, കൊണ്ടാക്കാം.
ഇല്ലല്ലോ വാ. പക്ഷേ ചെക്കൻ വന്ന ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോടാ. അല്ല നമ്മള് ഗോ ടു കണ്ണൂർ ആടെ അവിടെ പോയ ലൈവ് ഓഫ് ആ ലൈവ് കട്ടിയ ലൈവ് ഓഫ് ആക്കാം. എടാ ഓക്കെ, എന്തായാലും ഒന്ന് നാട്ടിലെല്ലാം പോവാം. ചെക്കനെ വെല്ലുമാനും കണ്ട് ഒന്ന് മരിച്ചെടുത്തും പോയിട്ട് വരാം. ഓക്കെ, ഓക്കെ. ഇന്നാലേ റജു മരിച്ച RIP സ്മേ. എടാ അപ്പം ശരിയാടാ, വേറൊന്നും ഇല്ലല്ലോ. ഞാൻ ഒരു 2-3 മണിക്കൂർ ലൈവ് ചെയ്യാന്ന് വെച്ച് നിന്നാണോ. ഇതെന്താണ് കറക്റ്റ് വന്ന് കയറിയപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥ. എന്തായാലും ഞാനും പോവാം. എന്തായാലും ചെക്കനെ വീട്ടിലെല്ലാം ഒന്ന് കയറാം. എന്തായാലും മരിച്ച വീടല്ലേ, ഉമ്മാനെല്ലാം കണ്ടിട്ട് വരാം. എടാ അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താക്കുന്നത്? എടാ ആണെന്ന് ഡ്രസ്സ് മാറ്റല്ലേ ഒരു